السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ മാസത്തിൽ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു തആല മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ആ സക്കാത്ത് ആരൊക്കെയാണ് കൊടുക്കാൻ ബാധ്യതയായിട്ടുള്ളത്, ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ അവകാശികളായിട്ടുള്ളത്, നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകിയ ഏതൊക്കെ സമ്പത്തിന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്, ഇതൊക്കെ പഠിക്കാനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നിർബന്ധ ബാധ്യതയായ സക്കാത്തിനെ കുറിച്ച് അവൻ പഠിച്ചിരിക്കുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായ വിജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ നിരവധി തവണ ഇവിടെയുള്ള മജ്ലിസുകളിൽ കേട്ടിട്ടുണ്ടാകണം. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഒരാൾക്ക് നിർബന്ധമായ അമലിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളതും അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്താൽ, ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ സക്കാത്ത് വിടുകയില്ല. നാളെ പരലോകത്തെത്തിയാൽ ഈ കൊടുത്ത കാര്യം അത് ശരിയായിട്ടില്ല, അത് കണക്കായിട്ടില്ല, അതല്ലെങ്കിൽ കൊടുക്കേണ്ടവർക്കല്ല ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുകയാണ്, അത്തരം നിർബന്ധ കാര്യങ്ങളിൽ ഒരാൾ വീഴ്ച വരുത്തുമ്പോൾ രണ്ട് തെറ്റുകൾക്ക് അയാൾ പാത്രമാവുകയാണ്. ഒന്ന്, ആ ഇൽമു പഠിക്കാത്തതിൻ്റെ തെറ്റ് അയാൾക്കുണ്ടാകും. രണ്ടാമത്തേത്, അയാളുടെ അമലുകൾ ബാത്തിലായി പോവുകയോ അതല്ലെങ്കിൽ അതിൽ കോട്ടമുണ്ടാവുകയോ ചെയ്യുന്നതിൻ്റെ കുറ്റവും അയാൾക്കുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം മജ്ലിസുകൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ സംസാരിക്കുന്ന മജ്ലിസുകൾക്ക് കൊടുത്തിട്ടുള്ള അതിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും ചെയ്യാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇൽമിൻ്റെ മജ്ലിസിന് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് സക്കാത്ത് എന്ന് പറയുന്നത്? സക്കാത്ത് എന്ന വാക്കിനർത്ഥം നമുക്കറിയാം, അത് പരിശുദ്ധി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഒരുപാട് അർത്ഥങ്ങൾ ഭാഷാപരമായിട്ട് തന്നെ സക്കാത്തിനുണ്ട്. ശുദ്ധീകരണം എന്നൊരു അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ തന്നെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശുദ്ധീകരിക്കുക എന്ന അർത്ഥത്തിൽ തസ്കിയ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. തസ്കിയത്തുൻ നഫ്സ്, ആ വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വർധനവിനും സക്കാത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ ശരീഅത്തിൽ സക്കാത്തിനൊരു നിർവചനമുണ്ട്. ആ നിർവചനം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്താണ് സക്കാത്ത് എന്നുള്ളതിന് ഏറെക്കുറെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. മഹാനായ പണ്ഡിതൻ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹ് വിശദീകരിച്ചൊരു ഗ്രന്ഥമായ ശർഹുൽ മുംതിഇൽ അദ്ദേഹം പറയുന്നുണ്ട്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശറഅ ഫി മാലിൻ മുഅയ്യനിൻ ലിതായിഫത്തിൻ ഔ ജിഹത്തിൻ മഖ്സൂസ. അദ്ദേഹം പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് മറ്റെല്ലാ ഇബാദത്തുകളും പോലെ തന്നെ അത്തഅബ്ബുദു ലില്ലാഹി തആല, അള്ളാഹുവിനുള്ള ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതൊരിക്കലും അതുകൊണ്ട് തന്നെ അതിൽ ഷിർക്ക് കടന്നു വരാൻ പാടില്ല. അതല്ലെങ്കിൽ ദുന്യവിയായ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആവാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് പ്രതിഫലം നൽകണം എന്ന ചിന്തയോടുകൂടി, ഇഖ്ലാസോടുകൂടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ചെയ്യേണ്ടതായ ഒരു കർമ്മമാണത്. അത് എങ്ങനെയാണത്? ബി ഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശറഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരീഅത്തിൽ വാജിബാക്കിയ ഒരു ജുസ്, ഒരളവ്, അത് എത്രയാന്നൊക്കെ നമ്മൾ പിന്നീട് വിശദീകരിക്കും. അത് കൊടുത്തുകൊണ്ടാണ്. ഫി മാലിൻ മുഅയ്യൻ, എല്ലാ സമ്പത്തിനും എന്ന് സക്കാത്തിന് നിർവചനമില്ല. ഒരു പ്രത്യേക സമ്പത്തിന് മാത്രമേ എന്തുള്ളൂ? സക്കാത്തുള്ളൂ. എല്ലാ സമ്പത്തിനും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി എല്ലാവർക്കും കൊടുക്കാമോ? ഇല്ല. ലിതാഇഫത്തിൻ ഔ ജിഹത്തിൻ മഖ്സൂസ, പ്രത്യേകമായൊരു വിഭാഗമുണ്ട്. അത് സൂറത്ത് തൗബയിൽ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവർക്ക് മാത്രം കൊടുക്കണം. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വിശദീകരണം ആവശ്യമായ വളരെ ചുരുങ്ങിയ ഒരു താരീഫാണ്, നിർവചനമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. സക്കാത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചോ അതല്ലെങ്കിൽ അതിൻ്റെ കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് വിശദീകരണത്തോടുകൂടി നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ നേരെ വിഷയത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് അത് നമുക്ക് നിർബന്ധമാക്കി എന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തോടൊപ്പം തന്നെ സക്കാത്തിനെ കുറിച്ച് കൽപ്പിച്ചത് കാണാൻ സാധിക്കും. വഅഖീമുസ് സലാ, ഉടനെ അല്ലാഹു തആല പറയാണ് വഅത്തുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഉടനെ തന്നെ പറയാണ് സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്. അത് കൽപ്പനയാണ്. ഇപ്പം നിസ്കരിക്കൽ നിർബന്ധ ബാധ്യതയാണോ അതുപോലെ ബാധ്യതയാണ് സക്കാത്ത് എന്നുള്ളത്. ഇതെന്തിനാണ് എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, ചിലർക്കെങ്കിലും അല്ലെങ്കിൽ വലിയൊരു സമൂഹം കുറേ കാലം മുമ്പ് വരെ, ഇപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു മാറ്റം നമ്മുടെ നാടുകളിലുണ്ട്. കുറേ കാലം മുമ്പ് ആളുകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് കാര്യത്തിനെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്ത ഒരു ജനതയായിരുന്നു. ആരെങ്കിലുമൊക്കെ വാതിൽക്കൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനൊക്കെ ആരുടെയും കല്യാണത്തിനൊക്കെ സഹായിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ബാധ്യതയൊന്നുമില്ല എന്നാണ് വലിയൊരു വിഭാഗത്തിൻ്റെ ചിന്ത. അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അതല്ലെങ്കിൽ അവർക്കുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട അവർ സേവിങ്സായി വെക്കുന്ന കാര്യങ്ങളിലോ ഇതിലൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ചിന്തയാണ് വലിയൊരു വിഭാഗത്തിനുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്നുള്ളത് നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറയുന്ന സാധാരണ സ്വതക്കകൾ പോലെയുള്ള ദാനധർമ്മങ്ങൾ പോലെയുള്ള ഒരു കാര്യമല്ല. മറിച്ച് സക്കാത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ദീനുൽ ഇസ്ലാം പിന്നെ പഞ്ചസ്തംഭങ്ങളിലൊന്നായിട്ടാണ് പറഞ്ഞത്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തത് അത് അഖീദയാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കാര്യം ഒരാൾ വിശ്വസിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. രണ്ടാമത് പറഞ്ഞു ഇഖാമസ് സലാ, മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ഈതാഇസ് സക്കാ. അഥവാ അമലുകളുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനമാണ് സക്കാത്തിനുള്ളത് എന്ന് കാണാം. പിന്നീട് നോമ്പും ഹജ്ജുമാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല സക്കാത്ത് നിർബന്ധമാക്കി. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, യമൻ അന്ന് നസാറാക്കളും യഹൂദരൊക്കെയുള്ള ഒരു നാടായിരുന്നു. അപ്പോൾ യമനിലേക്ക് പോകുന്ന അവരോട് പറഞ്ഞു, ആദ്യം തൗഹീദിൻ്റെ കാര്യം പഠിപ്പിക്കണം. തൗഹീദ് അവർ മനസ്സിലാക്കിയാൽ അതനുസരിച്ചാൽ അവർക്ക് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതും മനസ്സിലാക്കിയാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറഞ്ഞു, അലിംഹും അന്നല്ലാഹു ഇഫ്തറദ അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദു ഇലാ ഫുഖറാഇഹിം. അവരെ പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അവരിലെ സമ്പത്തിൽ നിന്ന്, അവരുടെ ധനികരിൽ നിന്ന് പിരിച്ചെടുക്കുകയും സാധുക്കളിലേക്ക് അത് കൊടുക്കുകയും വേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് എന്ത് കൊടുക്കുകയാണ്? നിർദ്ദേശം കൊടുക്കുകയാണ്. ഇപ്പോൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതൊരാൾ കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ പറയാണ് സക്കാത്തൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേണമെങ്കിൽ കൊടുക്കും. അങ്ങനെ സക്കാത്ത് അങ്ങനെ ആരും എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനുണ്ടാക്കിയ സമ്പത്താണ്, അത് ഇഷ്ടമുള്ളത്ര ഞാൻ കൊടുക്കും, അല്ലാതെ ഒരു കണക്ക് വെച്ച് കൊടുക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് സക്കാത്തിൻ്റെ കണക്കിനെയോ സക്കാത്തിൻ്റെ നിർബന്ധ ബാധ്യതയെയോ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിന് പുറത്താണ്. ഇജ്മാ ഉള്ള കാര്യമാണ്. ഒരാൾ പറയണേ സക്കാത്തൊക്കെ എൻ്റെ ഇഷ്ടം, ഞാൻ കൊടുക്കുന്നത്ര കൊടുക്കും, ഞാൻ ചില സാധുക്കൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ കൊടുക്കും, ഈ വർഷം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെയാണ് ഒരാൾ പറയുന്നത്. അതിന് വാജിബാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾ നിഷേധിക്കുകയാണ് എങ്കിൽ ദീനുൽ ഇസ്ലാമിന് ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പം അത്രയും ഗൗരവമുള്ള കാര്യമാണത്. എന്നാൽ ഒരാൾ പിശുക്ക് കാരണത്താൽ സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ അത് വളരെയധികം താക്കീത് ചെയ്യപ്പെട്ട ഒരു വൻ പാപമാണ്. നാളെ പരലോകത്ത് വെച്ച് അവൻ്റെ സമ്പാദ്യങ്ങൾ അത് തീക്കട്ടയാക്കി മാറ്റിക്കൊണ്ട്, അതായത് ആ ഫലകങ്ങളാക്കി മാറ്റിക്കൊണ്ട് അത് തീയിൽ ചുട്ടെടുത്തുകൊണ്ട് അവൻ്റെ നെറ്റിത്തടങ്ങളിലും പാർശ്വങ്ങളിലും മുതുകുകളിലുമെല്ലാം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴെല്ലാം ഇതിന് തണുപ്പുണ്ടാകുന്ന ഉടനെ തന്നെ അത് വീണ്ടും ചൂടാക്കിക്കൊണ്ട് ശിക്ഷിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ
കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സക്കാത്ത് സഹോദരങ്ങൾ അതിൻ്റെ വിധി നിർബന്ധമാണ്. അത് നമ്മൾ കൊടുത്തിരിക്കണം. അത് എത്ര കുറച്ചാണെങ്കിലും ശരി, എത്ര കൂടുതലാണെങ്കിലും ശരി, അള്ളാഹു കോടിക്കണക്കിന് സമ്പത്ത് തന്നാലും ശരി, അതിൻ്റെ കണക്ക് തന്നെ നീ കൊടുക്കണം. ഞാൻ ഇത്ര കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് 1500 കോടി ആസ്തിയുണ്ട്, അപ്പോൾ അതിൻ്റെ 2.5% എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലക്ഷങ്ങളൊക്കെ വരും, അപ്പോൾ എനിക്കത് വയ്യ എന്നൊരാൾ തീരുമാനിച്ചാൽ ഇല്ല, അത് നിനക്ക് അവകാശമില്ല. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയതിൽ ഈ 2.5% നിൻ്റെതല്ല, നിൻ്റെ ഹക്കല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന നീ അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹു പറയുന്നത് പോലെ അവൻ്റെ കൽപ്പനകൾക്കും വിലക്കുകൾക്കും അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് നീ. നിനക്ക് നിൻ്റെ കാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാവതല്ല എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം സക്കാത്തിൻ്റെ നിബന്ധനകളാണ്. ഷുറൂത്തു സക്കാത്ത്, അതായത് ഈ നിബന്ധനകൾ ഒക്കുമ്പോഴാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. പണ്ഡിതന്മാർ പറയാണ് സക്കാത്തിൻ്റെ നിബന്ധനകൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട നിബന്ധനകളാണ്. ആരൊക്കെയാണ് കൊടുക്കേണ്ട വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധന എത്തിയ ആളുകളെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. 2 സക്കാത്ത് കൊടുക്കുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട നിബന്ധനകളുണ്ട്. ഏത് സമ്പത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. അതിലൊന്നാമത്തത് സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട നിബന്ധനകളാണ്. ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം. അതല്ലെങ്കിൽ ഈ നിബന്ധനകൾ എത്തിയാലാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. അതിലേറ്റവും പരമപ്രധാനമായ കാര്യം ഒരാൾ മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമിൽ നിന്ന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് സ്വീകരിക്കുകയുള്ളൂ. ഒരാൾ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിരിക്കണം. എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ഒരാൾ വിശ്വാസിയല്ലാതെ സക്കാത്ത് കൊടുത്താൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. എന്നാൽ അതിനർത്ഥം അവന് നിർബന്ധമില്ല എന്നല്ല. എന്തു വെച്ചാൽ അവൻ മുസ്ലിമായി ഈ സക്കാത്തും കൂടി കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹു താല അവന് നിർബന്ധമാക്കിയിട്ടുള്ളത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലോകത്തുള്ള മുഴുവൻ സമ്പന്നർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ മുസ്ലിം അല്ലാത്ത ഒരാൾ ആ സക്കാത്ത് കൊടുത്താൽ അള്ളാഹു താല അത് സ്വീകരിക്കുകയില്ല. അതവൻ ഭൂമി നിറയെ സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അവൻ ഇസ്ലാം സ്വീകരിക്കൽ ബാധ്യതയാണ്. എന്നാൽ അവൻ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ ഈ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവന് ശിക്ഷയുണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം അവൻ്റെ ബാധ്യതയായിരുന്നു മുസ്ലിം ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. നോക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്ത് തൗബയിൽ കാണാം, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ല അന്നഹും കഫറു ബില്ലാഹി വബിറസൂലി. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലൊക്കെ പലതും ചെലവഴിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ കാബയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ പല ചെലവഴിക്കലൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടാതിരിക്കാൻ അതിനൊരു തടസ്സം നിന്നത് എന്തുമാത്രമാണ്? ഇല്ല അന്നഹും കഫറു ബില്ലാഹി വബിറസൂലി. അവർ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവിശ്വസിച്ചു എന്നുള്ളതാണ് അതിനൊരു തടസ്സം നിന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ മുസ്ലിം ആയാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സക്കാത്ത് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ ആക്ഷേപിച്ച് പറഞ്ഞത് കാണുന്നത് അത് യഥാർത്ഥത്തിൽ ഏത് സക്കാത്തല്ല, സമ്പത്തിൻ്റെ സക്കാത്തല്ല. വസ്തഗ്ഫിറൂ വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സക്കാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടുക. മുശ്രിക്കുകൾക്കാകുന്നു നാശം. അല്ലദീന ലാ യുഅ്തൂന സക്കാ, അവർ സക്കാത്ത് നൽകാത്തവരാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പണ്ഡിതന്മാർ പറയുന്നത് ഇത് മനസ്സിൻ്റെ പരിശുദ്ധിയാണ്. അഥവാ ശിർക്കിൽ നിന്നും അവർ ഖൽബിനെ പരിശുദ്ധപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല എങ്കിൽ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു മുശ്രിക്കിനെ ആക്ഷേപിക്കപ്പെടുകയില്ല, നിരുപാധികം ആക്ഷേപിക്കപ്പെടുകയില്ല. അവൻ മുസ്ലിം ആയിക്കൊണ്ട് സക്കാത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ സക്കാത്ത് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കാരവും അതുപോലെയുള്ള അമലുകളൊക്കെ ദുനിയാവിൽ ഉപേക്ഷിക്കുന്ന കാഫിറുകൾക്ക് പരലോകത്ത് വെച്ച് അതിൻ്റെ പേരിൽ ചോദ്യം ചോദിക്കുന്ന സൂറത്തുൽ മുദ്ദസ്സിറിലുണ്ട്. മാ സലകകും ഫി സഖർ. അവിടെ സ്വർഗവാസികൾ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണം? അവർ ആദ്യം പറയുന്നത് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല ഭൂമിയിൽ. വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം നൽകുമായിരുന്നില്ല. വകുന്ന നഖൂലു മഅൽ ഖായിദീൻ, ഞങ്ങളിങ്ങനെ ആളുകളെ എന്ത് ചെയ്യായിരുന്നു, ഇങ്ങനെ തോന്നിവാസത്തിൽ മുഴുകി അങ്ങനെ ദീനിനെ പരിഹസിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത് കാഫിറുകൾ നാളെ പരലോകത്ത് വിലപിച്ചു പറയും. നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം അവർ പറയും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുസ്ലിം ആവുക എന്നുള്ളത് നിബന്ധനയാണ്.
അതുപോലെ സ്വതന്ത്രനായിരിക്കുക എന്നുള്ളതുണ്ട്. അടിമകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമില്ല എന്നാണ്. എന്നാൽ പൊതുവേ നമ്മൾ നിസ്കാരങ്ങളിൽ പറയാറുള്ള 2 നിബന്ധനകളുണ്ട്. ഒന്ന് ബുദ്ധി ഉണ്ടായിരിക്കുക, 2 പ്രായപൂർത്തി എത്തുക. ഇപ്പം നിസ്കാരം ഒരാൾക്ക് ബാധ്യതയാകണമെങ്കിൽ ബുദ്ധി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അഖ്ല് അവനുണ്ടാവണം. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയാലേ നിർബന്ധ ബാധ്യതയാവുകയുള്ളൂ. സക്കാത്തിന് ഈ 2 ബാധ്യതകളില്ല എന്നാണ്. അതായത് ചെറിയ കുട്ടിക്കും സക്കാത്ത് വരും. എങ്ങനെ ചെറിയ കുട്ടിക്ക് സക്കാത്ത് വരാം? ചെറിയ കുട്ടിയുടെ അടുത്ത് അവിടെ പണം വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടു, അവൻ അനന്തരാവകാശിയായിട്ട് അവൻ്റെ കയ്യിൽ എന്തുണ്ടാവും? സമ്പത്തുണ്ടാവും. അവൻ അതിൻ്റെ അർഹനാണ്. അതായത് കോടികൾ ആസ്തിയുള്ള, ലക്ഷങ്ങൾ ആസ്തിയുള്ള ഒരു ഉപ്പ മരണപ്പെടുന്ന വേളയിൽ ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടി അവനൊരു 5 വയസ്സാണ് അല്ലെങ്കിൽ 10 വയസ്സാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. തീർച്ചയായും അവനൊരു ആൺകുട്ടിയാണ് എങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ഓഹരി എന്തുണ്ടാകും? ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ടാകും. അപ്പം ആ ഓഹരി ആ കുട്ടിയുടേതാണ്. ആ കുട്ടിയുടെ ആ ഓഹരിക്കും എന്ത് ചെയ്യണം? ബാക്കിയുള്ള രക്ഷാധികാരികൾ ആരാണോ ഉള്ളത് അവരെന്ത് ചെയ്യണം? അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്ത ആളുകളും അങ്ങനെ ഉണ്ടാകാം. ഇപ്പോൾ ഒരാൾ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചയാളാണ്, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ ഇവർക്ക് ഒരുപാട് സമ്പത്ത് ബാക്കി വെച്ചിട്ടാണ് പോയത് എങ്കിൽ ഇവരുടെ രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾ ഈ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികളുടെ സമ്പത്തിൽ നിന്നും എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അഖ്ല്, ബുദ്ധി, അതുപോലെ തന്നെ സഹോദരങ്ങളെ ബുലൂഗ്, പ്രായപൂർത്തി എത്തുക എന്ന ഈ നിബന്ധനകൾ എത്തേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി സക്കാത്ത് നൽകുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകളുണ്ട്. എപ്പോൾ, ഏത് സമ്പത്തിനാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിലൊന്ന്, അത് വിശദീകരണം പിന്നീട് വരുന്നുണ്ട്. കയ്യിലുള്ള സമ്പത്ത് സക്കാത്ത് നിർബന്ധമാകുന്ന ഇനത്തിലുള്ളതായിരിക്കണം. എല്ലാ സമ്പത്തിനും നമ്മൾ കൊടുക്കേണ്ടതില്ല. സക്കാത്ത് നിർബന്ധമാകുന്ന ഇനമുള്ളതായിരിക്കണം. അപ്പോൾ പ്രധാനമായും 5 സമ്പത്തുകൾക്കാണ് ദീനുൽ ഇസ്ലാമിൽ സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്. ഒന്ന് സ്വർണ്ണമാണ്. ഒന്നാമത്തേത് സ്വർണ്ണമാണ്. സ്വർണ്ണം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഒന്ന്, സ്വർണ്ണം നമ്മുടെ കയ്യിൽ സമ്പത്തായിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തത് വെള്ളിയാണ്. ഇപ്പോൾ വെള്ളിയും സ്വർണവും കയ്യിലുണ്ട് എങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. എപ്പോൾ കൊടുക്കണം എന്നൊക്കെയുള്ള ഇനി അടുത്ത കാര്യം പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. മൂന്നാമത്തത് കച്ചവട വസ്തുക്കളാണ്. നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണോ, കച്ചവടത്തിൻ്റെ സ്റ്റോക്കുകളൊക്കെ ഉള്ള ആൾക്കാരാണോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരായിരിക്കും. ഉണ്ട്, നിങ്ങൾ സക്കാത്തിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. നാലാമത്തേത് കാലികളെ വളർത്തുന്ന ആൾക്കാരാണ്. കാലികളെ വളർത്തുന്നത് അത് പൊതുവേ ഞാനിത് ഇന്ന് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം വളരെ കുറവാണ്. 1, 3, 4 കാലി ആരും വളർത്തിയതുകൊണ്ടൊന്നും അതിൽ സക്കാത്ത് വരുന്നില്ല. അഞ്ചാമത്തേത് ഭൂമിയിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതായ നാണ്യവിളകളും മറ്റുമൊക്കെയാണ്. ഈ ഇനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ സക്കാത്തുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഒഴിവായി. എൻ്റെ വീടിന് സക്കാത്തുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ ലിസ്റ്റിൽ എവിടെയും നമ്മളത് വീട് പറഞ്ഞിട്ടില്ല. എൻ്റെ കാറിന് സക്കാത്തുണ്ടോ? ഇല്ല. അത് കച്ചവട വസ്തുക്കൾ എന്ന് പറയുന്ന ഞാൻ മൂന്നാമത് പറഞ്ഞ ഇനത്തിലേക്ക് വരികയാണെങ്കിൽ മാത്രം. അപ്പോൾ എന്തും വരും, എന്ത് കച്ചവട വസ്തുക്കളും അവിടെ വരും. അപ്പം അങ്ങനെ നമുക്ക് പല വിഷയത്തിനും ചോദ്യം ഉണ്ടാകും. ഇന്നതിന് സക്കാത്തുണ്ടോ, ഇന്നത് സക്കാത്തുണ്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് അത് വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 കാര്യങ്ങൾക്കാണ് സക്കാത്തുള്ളത്. 1 സ്വർണത്തിനാണ്, 2 വെള്ളിക്കാണ്, 3 കച്ചവട വസ്തുക്കൾക്കാണ്, 4 കാലികളാണ്, കന്നുകാലികൾ, ആട്, മാട്, ഒട്ടകത്തിനൊക്കെ ഒരാൾ പോറ്റി വളർത്തുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ട് എങ്കിൽ. 5-മത്തേത് നമ്മുടെ കൃഷി ഇനങ്ങളാണ്. ഈ 5 വിഭാഗത്തിനാണ് സഹോദരങ്ങളെ സക്കാത്തുള്ളത് എന്നാണ്. ഇനി വേറെ ചില വസ്തുക്കൾക്ക് സക്കാത്തുണ്ടോ ഇല്ലേ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നുണ്ട്. 2-മത്തെ കാര്യം സമ്പത്തുമായി ബന്ധപ്പെട്ടത്, അതിന് നിസാബെത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിസാബെത്തേണ്ടതുണ്ട്. നിസാബ് എന്ന് പറഞ്ഞാൽ അതൊരു പരിധിയാണ്. നമ്മുടെ ഉള്ള സമ്പത്തിന് ഒരു പ്രത്യേക ലിമിറ്റ് എത്തുമ്പോൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ 5 ഇനങ്ങളും നമ്മളെടുത്തുണ്ട്. പക്ഷേ ആ നിസാബ് എത്തിയിട്ടില്ലെങ്കിൽ അത് സക്കാത്തില്ല. സ്വർണ്ണം ഉണ്ടോ? ഉണ്ട്. വെള്ളി ഉണ്ടോ? ഉണ്ട്. കച്ചവട വസ്തുക്കളുണ്ടോ? ഉണ്ട്. പക്ഷേ ഈ നിസാബ് എത്തിയാൽ മാത്രമേ സഹോദരങ്ങളെ അതിന് സക്കാത്തുള്ളൂ. അത് ഈ പറയുന്ന ഓരോ ഇനത്തിനും വ്യത്യസ്ത നിസാബാണ്. എല്ലാത്തിനും കൂടെ ഒരു നിസാബല്ല. ഓരോ ഇനത്തിനും വ്യത്യസ്ത നിസാബാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധാന്യങ്ങളെ വിഷയത്തിൽ പറയുന്നുണ്ട്. ലൈസ ഫീമാ ദൂന 5 ഔസുഖിൻ സദഖ. 5 വസ്കിൽ കുറവുള്ളതിന് സക്കാത്ത് നൽകേണ്ടതില്ല. 5 വസ്ക് എന്ന് പറഞ്ഞാൽ 300 സാ വരും. ഇപ്പോൾ ഒരു സായിന് നമ്മൾ എത്രയാണോ കണക്ക് കൂട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് കിലോഗ്രാമിലേക്ക് വരും. ഇപ്പോൾ 2 സംതിങ് കണക്ക് കൂട്ടുമ്പോൾ 600 ചെല്ലാനും വരും. അതിന് 3 കിലോ ആണ് കൂട്ടുന്നത്, 900 കിലോ വരും. അതായത് അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈസ ഫീമാ ദൂന 5 ഔസുഖിൻ സദഖ. 5 വസ്കിന് താഴെ ഉള്ളതിന് സദഖ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ നിസാബാണ്, കച്ചവട വസ്തുക്കളുടെ നിസാബാണ്. ഇതേപോലെ തന്നെ സ്വർണത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്,
വെള്ളിയുടെ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ പരിധിയിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ സക്കാത്തുള്ളത്. ഓരോ വിഷയമായിട്ട് പറയുമ്പോൾ നമുക്കതിൻ്റെ പരിധി എത്രയാണ് എന്ന് പറയാം. ചുരുക്കത്തിൽ സമ്പത്ത് ഈ പറയുന്ന സക്കാത്ത് ബാധ്യതയായിട്ടുള്ള സമ്പത്താണ് നമ്മളെടുത്ത് ഉണ്ടാകേണ്ടത്. 2, അതിൽ നിസാബ് എത്തുകയും വേണം. 3 പറയുന്നത് അത് പൂർണ്ണമായി ഉടമപ്പെടുത്തുകയും വേണം. മിൽക്കുൻ താമായിരിക്കണം. നമ്മളാണ് അതിൻ്റെ പൂർണ്ണമായി ഉടമപ്പെടുത്തുന്നത്. അതായത് സ്വതന്ത്രമായി നമുക്കതിൽ കൈകാര്യം ചെയ്യാവുന്ന രൂപത്തിലാകുമ്പോൾ അതിന് സക്കാത്ത് ബാധ്യതയാവുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളടുത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു പണത്തിന് ഒരിക്കലും നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരികയില്ല. നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ട് ഇപ്പോൾ സ്വർണ്ണം നമ്മുടെ അടുത്ത് 100 പവൻ ഉണ്ടായിരുന്നു, കള്ളം കൊണ്ടുപോയി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ വർഷാവർഷം സക്കാത്ത് കൊടുക്കണം. ചോദ്യം ചോദിക്കാൻ നമ്മുടേതാണ്, ഉടമസ്ഥൻ നമ്മളാണോ ചോദിച്ചാലാണ്. പക്ഷെ നമ്മുടെ കയ്യിലുണ്ടോ? നമുക്ക് അതിനൊരു തസറുഫ് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അത് നമ്മുടെ കയ്യിലില്ലാത്തതുപോലെ തന്നെയാണ്. അതല്ലെങ്കിൽ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ചില ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതായത് ഒരാൾക്ക് കൊടുത്തതാണ് കടം, അതിനൊരു പ്രതീക്ഷയില്ല, അയാൾ എവിടെ പോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചോദ്യം വേണം. കാരണം ആ സമ്പത്തിൻ്റെ ഉടമ നമ്മളാണ് എങ്കിലും അയാൾ അന്യായമായി അത് ഉപയോഗിക്കുന്നതാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്കത് ഉപയോഗിക്കാനുള്ള വകുപ്പില്ല, നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്കതിന് സക്കാത്ത് വരികയില്ല എന്നാണ് പറഞ്ഞു വന്നത്. അതായത് നമുക്ക് പൂർണ്ണമായി നമ്മുടെ ഉടമസ്ഥതയിലുള്ളൊരു കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബാധ്യതയുള്ളൂ, സക്കാത്ത് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുള്ളൂ എന്നാണ്. അതേപോലെയുള്ളതാണ് ഹൗല് തികയുക എന്നുള്ളത്. ഹൗല് തികയേണ്ടതുണ്ട്. ഹൗല് തികയുക എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രവർഷം പൂർത്തിയാവുക എന്നാണ് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ സക്കാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഹൗല് തികയുന്നത് വരെ ഒരു സമ്പത്തിന് സക്കാത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹൗല് തികയുന്നത് വരെ ഒരു സമ്പത്തിന് സക്കാത്ത് ബാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് നിസാബ് എത്തിയെന്ന് തന്നെ വിചാരിക്കുക, അപ്പം തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പം 100 പവൻ സ്വർണ്ണം നമുക്ക് ഇന്ന് കിട്ടിയെന്ന് വിചാരിക്കുക, നിസാബ് എന്തായാലും എത്തിയിട്ടുണ്ട്, അപ്പം തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? വേണ്ടതില്ല. അതിൽ നമ്മൾ കച്ചവടത്തിൽ ഒരുപാട് സ്റ്റോക്കിൽ നിന്ന് ഇറക്കി 1 കോടി ഉറുപ്പിയുടെ സാധനം നമ്മൾ ഇറക്കിയെന്ന് വിചാരിക്കുക സൂപ്പർ മാർക്കറ്റിൽ, അന്ന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? വേണ്ടതില്ല. എന്ത് വേണം? ഹൗല് തികയണം. ലാ സക്കാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഹൗല് തികയുന്നത് വരെ സമ്പത്തിന് എന്ത് ചെയ്യേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ചില വസ്തുക്കൾ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഹൗല് തികയുന്നതിന് മുമ്പേ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് കൃഷിയുടെ സക്കാത്ത് എന്നുള്ളത്. പൊതുവെ നമ്മളിപ്പോൾ വലിയ കാര്യമായിട്ട് ആളുകൾക്ക് ആവശ്യം കുറവായിരിക്കും. കൃഷിയുടെ സക്കാത്തിനൊരു ഹൗല് തികയാൻ കാത്തിക്കണ്ട. അത് വിളവെടുത്ത അപ്പം തന്നെയാണ് കൊടുക്കേണ്ടത്. വിളവെടുത്താൽ അപ്പം തന്നെയാണ് കൊടുക്കേണ്ടത്. ഹാതു ഹഖഹു യൗമ ഹസാദിഹി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഹക്ക് വിളവെടുക്കുന്ന അന്ന് തന്നെ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. വിളവെടുക്കുന്ന അന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിനൊരു വർഷം തികയാൻ കാത്തിക്കേണ്ടതില്ല എന്നാണ്. അതേപോലെ വരുന്നതാണ് കാലികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് നമുക്ക് ആവശ്യം കുറവായിരിക്കും. കാലികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിച്ച കുട്ടി പിന്നീട് 1 വർഷമാവാൻ കാത്തിക്കേണ്ടതില്ല. അതിൻ്റെ സക്കാത്തിൻ്റെ കണക്കിൽ ആ കുട്ടിയും പെടും. അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ഇപ്പം 40 ഉണ്ടാകും, 5 ഒട്ടകം ഉണ്ടാകുമ്പോൾ അതിലൊരാടിനെ കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു കണക്കുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം അത് ഇൻഷാ അല്ലാഹ് അതിനൊരു ചാർട്ടൊക്കെ ഉണ്ട്. ഞാനൊരു ക്ലാസ്സിൽ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞു വന്നത് അത് എക്സെപ്ഷൻസ് ആയിട്ട് അതിനൊരു വർഷം തികയേണ്ടാത്ത അവസ്ഥയിൽ തന്നെ കൊടുക്കേണ്ടതാണ്. ഇനി 3-മത്തത് അത് നമുക്ക് ആവശ്യം വരും, ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിക്കും. അത് കച്ചവടത്തിലെ ലാഭവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കിയാൽ ലാഭത്തിന് പിന്നീട് നമുക്കൊരു വർഷം തികയേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നമ്മളിന്ന് ഒരുപാട് സ്റ്റോക്ക് ഇറക്കി, ഇന്ന് റമളാനാണ്, അടുത്ത റമളാനിലായിരിക്കും നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരിക സ്റ്റോക്കൊക്കെ നോക്കിയിട്ട്. അപ്പോൾ റമളാൻ്റെ തൊട്ടും ഷാബാനിൽ നമുക്ക് വലിയൊരു കച്ചവടം നടന്ന് വലിയൊരു പ്രോഫിറ്റൊക്കെ വന്നിട്ടുണ്ടാവും. ആ സമ്പത്ത് പ്രോഫിറ്റായിട്ട് ഷാബാനിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പം അടുത്ത ഷാബാൻ വരെ ആവാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന പ്രോഫിറ്റുകൾ വർഷം തികയേണ്ട ആവശ്യമില്ല. നമ്മൾ മൊത്തം സ്റ്റോക്കിൻ്റെ കൂടെ വന്ന പ്രോഫിറ്റും കൂടെ എന്ത് ചെയ്യും, കണക്ക് കൂട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് പറയുമ്പോൾ നമുക്കൊന്നുകൂടി വിശദീകരിച്ച് പറയാം. പിന്നെ അതേപോലെയുള്ളതാണ് നിധികളും ഖനന വസ്തുക്കളും ഒക്കെ. അതൊക്കെ ലഭിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഒരാൾക്ക് ഇങ്ങനെ സ്വർണവും മറ്റും ഒക്കെ കിട്ടിയാൽ അതപ്പം തന്നെ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇനി ഇവിടെ ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഹൗല് തികയുന്നതിന് മുമ്പ് തന്നെ ന്യായമായ ആവശ്യങ്ങൾക്ക്, നമ്മൾ സാധാരണ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് സമ്പത്ത് നിന്ന് ചെലവഴിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ നിസാബ് എന്ന് പറയുന്നത് 85 ഗ്രാമാണ്. 85 ഗ്രാം ഇന്ന് ഞാൻ ഉടമപ്പെടുത്തി. ഇന്ന് റമളാൻ 8 ഞാൻ അത് ഉടമപ്പെടുത്തി. അടുത്ത വർഷം റമളാൻ 8 എനിക്ക് ഇതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ട് അടുത്ത വർഷം റമളാൻ ആകുന്നതിന് മുമ്പ് തന്നെ ഷാബാനിൽ എനിക്കൊരാവശ്യം വന്നു, ഞാനതെടുത്ത് വിറ്റു, എന്തെങ്കിലും വാങ്ങി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിസാബ് എന്ത് ചെയ്തു, അത് താഴേക്ക് പോയി. നിസാബ് താഴേക്ക് പോയി. ഇനി റമളാൻ 8 വരുമ്പോൾ ആ സ്വർണത്തിന് എന്തില്ല, സക്കാത്തില്ല. ആ സ്വർണത്തിന് സക്കാത്തില്ല. കാരണം
നിസാബ് അതിന് താഴേക്ക് പോയി. എന്നാൽ ഒരിക്കലും നമ്മളത് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തന്ത്രമാക്കി ചെയ്യാൻ പാടില്ല. കാരണം ഹീലത്ത് ദീനിൽ ഹറാമാണ്, തന്ത്രം ഹറാമാണ്. അത് ഏത് വിഷയത്തിൽ തന്ത്രം പാടില്ല. തന്ത്രം ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ശക്തമായ പിടിയായിരിക്കും ഉണ്ടാവുക. അത് പൊതു നിയമമാണത്. തന്ത്രം പാടില്ല. ഒരു അമല് ചെയ്യുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്ത്രം ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് നോമ്പെടുക്കാൻ വയ്യ, എന്നിട്ട് വെറുതെ അങ്ങനെ വണ്ടിയെടുത്ത് ഒരു 30 ദിവസം യാത്ര പോവാണ്. നോമ്പെടുക്കാൻ വയ്യ, ഈ റമദാനിൽ വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അത് പറ്റൂലല്ലോ. അപ്പം അത് നമ്മൾ പറഞ്ഞു വന്നത്, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലവാക്കേണ്ടത് ചിലവാക്കാം. അത് ചിലവാക്കി കഴിഞ്ഞാൽ അത് നിസാബിൻ്റെ താഴേക്ക് പോയാൽ ഹൗല് മുറിഞ്ഞു. ഇപ്പോൾ ഒരു മാസം 11ാം മാസത്തിൽ വേണമെങ്കിൽ ഹൗല് മുറിയാം. അപ്പം മുറിഞ്ഞു. പിന്നെ അയാൾക്ക് എന്ത് ചെയ്തു, ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും സ്വർണം വാങ്ങി. അപ്പോൾ അയാൾ 2 പവൻ അതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വിചാരിക്കുക. 10.5 പവനിൽ 2 പവൻ ഒഴിവാക്കിയ അയാളുടെ കയ്യിൽ 8.5 പവനുണ്ട്. അത് ഷാബാനിൽ 2 പവൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാൾ വീട്ടാവശ്യത്തിന് വേണ്ടി അത് ചിലവാക്കി. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ അയാൾ 2 പവൻ വിറ്റു, അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തു. പിന്നെ അയാൾ എന്ത് ചെയ്തു, റമദാനൊക്കെ കഴിഞ്ഞു, ഒരു ഷവ്വാലായപ്പോൾ 2 പവൻ വാങ്ങി. അപ്പോൾ അയാളുടെ ഹൗല് വീണ്ടും ആരംഭിക്കുകയാണ്. അയാളുടെ നിസാബ് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഹൗല് വീണ്ടും 0 സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഷവ്വാലാകണം അടുത്ത പ്രാവശ്യം. ഇനി അതിന് എന്താവണമെങ്കിൽ അതിന് ഹൗല സക്കാത്ത് കൊടുക്കണമെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ സഹോദരങ്ങളെ കാര്യങ്ങൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ വന്നേക്കാം എന്നുള്ളത് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് സംശയങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കും. അതേപോലെ ഞാൻ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ്, ഉദാഹരണത്തിന് ഒരാൾ 1 ലക്ഷം രൂപ കൊണ്ട് കച്ചവടം ആരംഭിച്ചു. 1 ലക്ഷം കൊണ്ട് ഇന്ന് റമദാനിൽ കച്ചവടം ആരംഭിച്ചു എന്ന് വിചാരിക്കുക. ഞാനൊരു റജബൊക്കെ ആവുന്ന സമയത്ത്, കുറച്ച് കഴിഞ്ഞു അങ്ങനെ ആവുന്ന സമയത്ത് എനിക്കൊരു 50,000 ലാഭം അതിലുണ്ടായി എന്ന് വിചാരിക്കുക. 50,000 ലാഭം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അടുത്ത റമദാൻ ആകുമ്പോൾ തന്നെ ഈ 50,000ൻ്റെ പണവും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. 50,000 എനിക്ക് ലാഭം കിട്ടിയത് അത് റജബിലല്ലേ എന്ന് വെച്ചാൽ റജബാവാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. അതായത് മുതൽ മുടക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലാഭവും കൂടി എന്ത് ചെയ്യും, കണക്ക് കൂട്ടും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അത് ലാഭമല്ല എങ്കിൽ, മറ്റെന്തെങ്കിലും വകുപ്പിലാണ് ഒരാൾക്ക് കിട്ടിയതെങ്കിൽ അത് വേറെ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് 1 ലക്ഷത്തിൻ്റെ ഒരു കച്ചവടമൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ പോവാണ്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ലാഭമൊന്നുമല്ല, എനിക്ക് വേറൊരു അനന്തരമായിട്ടോ വേറെന്തെങ്കിലും ആയിട്ടോ എനിക്കൊരു 1 ലക്ഷം രൂപ എൻ്റെ അടുക്കലേക്ക് വന്നു. വേറൊരാൾ എനിക്ക് തന്നു എന്ന് തന്നെ വിചാരിക്കുക, വെറുതെ തന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ എനിക്ക് അനന്തരം മറ്റു കിട്ടി. അതിൻ്റെ ഹൗലത് വേറെ തന്നെയാണ്. അപ്പം അതെനിക്ക് കിട്ടിയത് റജബിലാണെങ്കിൽ അത് റജബിൽ കൊടുത്താൽ മതി. അതിൻ്റെ സക്കാത്ത് അത് അടുത്ത റജബ് റൗണ്ട് വരുമ്പോൾ കൊടുത്താൽ മതി. ഇതിലേക്ക് കൂട്ടേണ്ടതില്ല. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? മറ്റേത് പ്രോഫിറ്റാണ് ഇടയിൽ ജനറേറ്റ് ആയത്. പ്രോഫിറ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഒറിജിനൽ നമ്മുടെ ആ സമ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മളത് കൂട്ടണം. അതുകൊണ്ട് കച്ചവടത്തിന് സക്കാത്ത് കൂട്ടുന്ന ആൾക്കാർ കഴിഞ്ഞ മാസത്തിൽ വന്ന പ്രോഫിറ്റ് അത് വേറെ കണക്കാക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിയാൽ മതി. മൊത്തം ടോട്ടൽ സ്റ്റോക്കിൻ്റെ കൂടെ കഴിഞ്ഞ മാസം വന്ന പ്രോഫിറ്റ് അടക്കം, കഴിഞ്ഞ മാസം ഒരു വീട് വിറ്റു, കഴിഞ്ഞ മാസം ഒരു കാറ് വിറ്റു, കഴിഞ്ഞ മാസം ഒരു പ്രൊഡക്റ്റ് വിറ്റു, അതിൻ്റെയൊക്കെ ലാഭം ഒന്നായിട്ട് കൂട്ടിയിടാൻ കൊടുത്താൽ മതി. എന്നാൽ നമുക്കതല്ലാത്തതാണ് എങ്കിൽ നമുക്കത് കൊടുക്കേണ്ട ബാധ്യത വരുന്നില്ല. അതായത് നമുക്ക് ഒരു റമദാനിൽ തുടങ്ങിയ ഒരാൾക്ക് അയാൾക്ക് പകുതിയിൽ വെച്ചപ്പോൾ വേറൊരു പൈസ, പ്രോഫിറ്റ് അല്ലാത്തൊരു പൈസ അയാളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൗല് വേറെ തന്നെയാണ്. അതായത് ഒരു വ്യക്തിക്ക് തന്നെ വ്യത്യസ്ത ഹൗലുകൾ ഉണ്ടാകാം. ഒരാൾക്ക് ഒരൊറ്റ ഡേറ്റിലായിരിക്കില്ല സക്കാത്ത് കൊടുക്കാൻ ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു വ്യക്തിക്ക് ഒന്നിലധികം സമയത്ത് സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാവാം. കാരണം ഇന്ന് അയാൾക്ക് കിട്ടിയൊരു പൈസ അത് വേറെയാണ്, 5 മാസം കിട്ടിയിട്ട് അയാൾക്ക് കിട്ടിയത് പൈസ വേറെയാണ്. ഓരോന്നും എന്ത് ചെയ്യാം, വേറെ വേറെ സൈക്കിളായിട്ട് അങ്ങനെ പോകാം. അതിൻ്റെ സമയമാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സാലറിയുടെ സക്കാത്തൊക്കെ നമ്മൾ ഒന്നായിട്ട് പരിഗണിക്കാറുണ്ട്. കാരണം ഓരോ മാസത്തിലും വരുന്നതും, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾക്കൊരു മാസം ഒരു 50,000 സാലറി എന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ മാസത്തെ 50,000 വേറെയാണ്. യഥാർത്ഥത്തിൽ ഓരോ 50,000 വേറെ വേറെയാണ്. പക്ഷെ നമ്മൾ ഓരോന്നിൻ്റെത് നമുക്ക് വേറെ വേറെ ഇപ്പോൾ കണക്കൂട്ടലൊക്കെ പണിയാണ്. ഈ 50,000-ന് എന്ത് സംഭവിച്ചു, അതിൻ്റെ ചിലവ് എന്താണ്, ഇതിൻ്റെ എന്തുണ്ടായി, അതിൻ്റെ ഒരു വർഷം കഴിയുമ്പോൾ അതിനെന്ത് സംഭവിച്ചു, ഇത് നമുക്ക് പ്രയാസമാണ്. നമ്മൾ പലപ്പോഴും സക്കാത്ത് കൊടുക്കാതിരിക്കാനായിരിക്കും സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ സാലറി ബേസ് വാങ്ങുന്ന ആൾക്കാർ ഒന്നായിട്ട് എന്ത് ചെയ്താൽ മതി, അവരുടെ ഒരു ദിവസം അവരെന്നാണോ നിസാബ് എത്തുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സാലറിക്ക് തന്നെ നമ്മൾ നിസാബ് എത്തിക്കൊള്ളുന്നില്ലല്ലോ. കാരണം 50,000 സാലറി കിട്ടിയത് എന്തായാലും നിസാബല്ല, അയാൾക്ക് അതിൽ ചിലവും ഉണ്ടാകും. ഒരു 10,000 ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക. അടുത്ത മാസത്തിലും അങ്ങനെ തന്നെ 10,000 ബാക്കിയുണ്ട്. അപ്പോൾ 2 മാസം 3 മാസം കൊണ്ടൊന്നും അയാൾ നിസാബിലേക്ക് എത്തൂല. അയാൾ നിസാബിലേക്ക് എത്തുന്നൊരു പോയിന്റ് ഉണ്ടാവും 6-ാമത്തെ 7-ാമത്തെ മാസം. അപ്പം അന്ന് എന്ത് ചെയ്യും, എനിക്കൊരു 595 ഗ്രാം വെള്ളിയുടെ കണക്കെത്തിയിട്ടുണ്ട് എന്ന് കണക്കാക്കിയാൽ അയാൾ അന്ന് നോട്ട് ചെയ്യുക. പിന്നീട് ആ നിസാബ് ഒന്ന് കുറയാതെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അവിടെ എത്തുമ്പോൾ അയാൾ എന്ത് ചെയ്താൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടി അത്
ആ തലക്കെട്ടെത്തും ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത് സമ്പത്തിന് ചില നിബന്ധനകൾ എത്തുമ്പോഴേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്തിനെ എന്തുള്ളൂ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സക്കാത്ത് നിർബന്ധമാകാത്ത കാര്യത്തിനൊന്നും ഇല്ല. ഒരാൾക്കൊരു വീടും പറമ്പും ഉണ്ട്, അത് ഈ പറയുന്ന 5 ലിസ്റ്റിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. വീട് സ്വർണ്ണമല്ല, വീട് വെള്ളിയല്ല, വീട് കച്ചവട വസ്തുവല്ല, അയാൾ വിൽക്കാൻ ഉദ്ദേശിച്ചല്ല, അയാൾ തറവാട് വീടാണ്. ആ വീട്ടിൽ ചിലപ്പോൾ കോടി ഉറുപ്പ്യൻ്റെ വില ഉണ്ടാവാം, അയാളുടെ കയ്യിൽ സ്ഥലമുണ്ട്, ഹൈവേ സൈഡ് സ്ഥലമായിരിക്കാം, കോടി ഉറുപ്പ്യൻ്റെ മൂല്യം ഉണ്ടാവാം. പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നില്ല, അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾ വാടകയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കാര്യമായിരിക്കും. വാടക ഉണ്ടാക്കിയത് കച്ചവട വസ്തുവല്ല, അത് വാടകയാണ്. അപ്പോൾ വകുപ്പ് മാറി. അപ്പോൾ അതിൻ്റെ മൂല്യം കണക്കാക്കി അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ സ്വർണ്ണമല്ല, വെള്ളിയല്ല, കച്ചവട വസ്തുവല്ല. പിന്നെ 2 ഞാൻ പറഞ്ഞത് കാർഷിക വിളകളും കാലികളുമാണ്, അതൊന്നുമല്ല. അപ്പം അതിനൊന്നും എന്ത് വരുന്നില്ല, സക്കാത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനാണ് ആ കാര്യം പറഞ്ഞത്. രണ്ടാമത്, ആ പറഞ്ഞ കാര്യത്തിന് നിസാബ് എത്തേണ്ടതുണ്ട്, ദീനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്, അതിനൊരു വർഷം ഹൗല് തികയേണ്ടതുണ്ട്. പിന്നെ പൂർണ്ണമായി നമ്മൾ ഉടമപ്പെടുത്തുന്ന ഒരു കാര്യത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇതിന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. ഈ പറഞ്ഞ 5 വസ്തുക്കളിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. അതിൽ ഞാൻ കാലികളും കച്ചവട വസ്തുക്കളും ഒഴിവാക്കുകയാണ്. കാരണം അത് ആവശ്യക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ നമുക്കത് ഇൻഷാ അല്ലാഹ് പറയാം. കാരണം അത്രയും കാലികൾ വളർത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ കൃഷിയും ഈ നിലക്ക് അത്രയും ക്വാണ്ടിറ്റിയിൽ കൃഷി ചെയ്യുന്ന കർഷകരും വളരെ കുറവായിരിക്കും. നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതുണ്ടാക്കുന്നതിനൊന്നും അത് വരുന്നില്ല. അല്ല, പച്ചക്കറിക്കോ ഫ്രൂട്ട്സിനോ ഒന്നും ഈ സക്കാത്തിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്കതിൽ വരുന്നില്ല. അതൊക്കെ കച്ചവട വസ്തുക്കളിൽ വരുന്നുണ്ടെങ്കിൽ അത് വന്നോളൂ. ഒന്നാമത്തത്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സക്കാത്ത്. നമുക്കറിയാം, സ്വർണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ കാലത്തേക്കും ഒരു സമ്പത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് തന്നെ സൃഷ്ടിച്ച ഒരു ഇനമാണത്. ഏത് കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അന്ന് മുതൽ സ്വർണത്തിന് വിലയുണ്ട്. സ്വർണത്തിന് ഖിയാമത്ത് നാൾ അടുക്കുന്ന വരെയും സ്വർണത്തിന് വില ഉണ്ടാവും. അതുകൊണ്ട് സ്വർണവും വെള്ളിയും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അല്ലാഹു തആലയോടുള്ള ഒരു നന്ദിയാണ് നമ്മൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അത് എത്ര കൂടുതൽ തരുന്നോ അവൻ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവൻ കൊടുക്കേണ്ട കണക്കും കുറച്ച് കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണവും വെള്ളിയും അത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളത് ഖുർആനിൽ നസ്സായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നേർക്ക് നേരെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലുന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യും. ഈ ആയത്ത് ഓതുമ്പോൾ തന്നെ നമുക്ക് സമസ്തക്കാർ ഓർമ്മ വരും. എന്താണെന്നറിയില്ല. കാരണം ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അവരാണ് എന്നുള്ളത് നമുക്ക് സംശയമില്ലല്ലോ. ആളുകളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലാത്ത ചൂഷണങ്ങൾ പറഞ്ഞിട്ട്, അന്ധവിശ്വാസങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പണം അടിച്ചു മാറ്റുക എന്നുള്ളത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അവർ ഇന്നും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതിയ രൂപത്തിലേക്ക് വന്നു എന്ന് മാത്രം, അല്ലേ? ആ രൂപത്തിലില്ലാത്ത കളവുകൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് പറഞ്ഞ് അത് വെള്ളത്തിലിട്ട് അത് പൊടി കലർത്തി അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് യഹൂദ നസ്രാണികളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അള്ളാഹു വളരെ ശക്തമായിട്ട്, കാരണം ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവും. പണ്ഡിതന്മാരാന്ന് പറയുമ്പോൾ അവരങ്ങനെ കളവ് പറയില്ല. ദീൻ്റെ ഷിആറുകളുള്ള ആളാണ്, ദീൻ്റെ അടയാളങ്ങളുള്ളതാണ്, അവരങ്ങനെ പറ്റിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് സാധുക്കൾ എപ്പോഴും അവരുടെ സമ്പത്ത് പെട്ടെന്ന് കൊടുക്കും, ആര് ചോദിച്ചാലും. അതുകൊണ്ടാണ് പല ആൾക്കാരും ചില ബിസിനസ്സിനൊക്കെ പണ്ഡിതന്മാരൊക്കെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാര്യം കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഇന്ന പണ്ഡിതൻ്റെ ഒക്കെ പേരിലൊക്കെ തുടങ്ങിയാൽ മതി. അത് ഒരു തരം തട്ടിപ്പാണത്. അപ്പോൾ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിൽ പെട്ട ധാരാളം പേർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇത് ഈ പറയുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റിയാണ്. തൗഹീദിൽ നിന്നും ആളുകളെ തടയുകാരാണ്, സാധാരണക്കാരല്ല. ഈ പഠിച്ച ആൾക്കാരാണ് ആളുകളെ, സാധാരണക്കാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് വരും. പക്ഷെ ഇവരാണ് തടയുക, പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സന്ദേഹങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തടയുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ് നമ്മുടെ വിഷയം. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقون في سبيل الله فبشرهم بعذاب أليم. വല്ലദീന യക്നിസൂന الذهب والفضة, സ്വർണവും വെള്ളിയും അത് കെൻസാക്കിക്കൊണ്ട് എടുത്തു വെക്കുന്നു. വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. അപ്പോൾ സ്വർണവും വെള്ളിയും ഒരാൾക്കുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഉടമപ്പെടുത്തുന്ന ആളുകൾ, വലാ യുഅദ്ദി മിൻഹ ഹഖ്ഖഹ, എന്നിട്ട് അതിൻ്റെ ഹക്ക് അവൻ കൊടുക്കുന്നില്ല എങ്കിൽ, ഇല്ല ഇദാ കാന
യൗമുൽ ഖിയാമത്തി സുഫിഹത് ലഹു സഫാഇഹും മിൻ നാരിൻ ഫഉഹ്മിയ അലൈഹ ഫീ നാരി ജഹന്നം ഫയുക്വാ ബിഹാ ജബീനഹു വജംബഹു വളഹറഹു. സ്വർണമോ വെള്ളിയോ കൈവശമുള്ളവൻ അതിൽ ബാധ്യതയായിട്ടുള്ള സക്കാത്ത് കൊടുക്കാത്ത പക്ഷം ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള പലകകളാക്കി അവയെ രൂപപ്പെടുത്തുകയും അത് നരകത്തിൻ്റെ ചൂളക്ക് വെച്ചതിന് ശേഷം അവൻ്റെ നെറ്റിഭാഗത്തും പാർശ്വഭാഗത്തും പുറവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂട് വെക്കുന്നതായിരിക്കും എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാൻ സാധിക്കും. സമാനമായ ആയത്തുമുണ്ട്. അതുകൊണ്ട് സ്വർണവും വെള്ളിക്കും സക്കാത്ത് ഉണ്ട് എന്നുള്ളത് ഗണ്ഡിതമായ തെളിവാണ്. അതിന് അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്നാൽ സ്വർണവും വെള്ളിയും എടുത്തു വെക്കുന്നത് നിരുപാധികമായിട്ട് അത് തെറ്റാണോ? അങ്ങനെയല്ല. ആക്ഷേപാർഹമായ നിക്ഷേപം, കെൻസ് എന്ന് പറയുന്നത് ഇവിടെ വിശേഷിപ്പിച്ചത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തത് എന്നാണ്. സക്കാത്ത് കൊടുക്കാത്ത സ്വർണവും വെള്ളിയുമായിട്ടുള്ള എടുത്തു വെക്കുന്നതിന് മാത്രമാണ് എന്തുള്ളൂ, അത് നിഷേധമായിട്ടുള്ളൂ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കെൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് സക്കാത്ത് കൊടുക്കാത്തതായ സ്വർണവും വെള്ളിയാണ്. അതല്ലെങ്കിൽ ഒരാളിപ്പോൾ 100 പവനോ 500 പവനോ 1000 പവനോ എത്ര പവനോ ഒരാൾ എടുത്തു വെച്ചാലും അതിന് കുറ്റമില്ല. അയാളതിന് സക്കാത്ത് വർഷാവർഷം കൊടുത്താൽ മതി. അതായത് സ്വർണവും വെള്ളിയും എടുത്തു വെക്കുന്നത് തെറ്റായൊരു കാര്യമല്ല. അല്ല, ഒരു വേള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്, വിദഗ്ധർ പറയുന്നത് യഥാർത്ഥത്തിൽ എടുത്തു വെക്കാൻ ഏറ്റവും നല്ലത് സ്വർണവും വെള്ളിയാണ്. സേഫ് ആണെങ്കിൽ ഏറ്റവും നല്ലത് സ്വർണവും വെള്ളിയാണ്. കാരണം നമ്മൾ ഈ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 2-3 കൊല്ലത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അന്ന് 10 ലക്ഷം രൂപ കറൻസിയാക്കി വീട്ടിലെടുത്തു വെച്ചവനും 10 ലക്ഷം രൂപക്ക് അന്ന് സ്വർണം വാങ്ങിയവനും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാം. അത് അങ്ങനെ തന്നെ. അത് സ്വർണവും വെള്ളിയും എടുത്തു വെക്കുന്നത് കൊണ്ട് തെറ്റില്ല ദീനിൽ. അതിന് സക്കാത്ത് കൊടുത്താൽ മതി. കൃത്യമായി വർഷാവർഷം വരുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കും. അതിനിപ്പോൾ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല. കാരണം അത് കൊടുക്കുന്നതിലൂടെ അത് ശുദ്ധീകരിക്കപ്പെടുകയും അള്ളാഹു അതിൽ ബറക്കത്ത് നൽകുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് അത് കുറഞ്ഞു പോകുമ്പോൾ ഒരു പ്രയാസമായിരിക്കും. 100 പവൻ 2.5 പവൻ പോകുമ്പോൾ, അല്ല പ്രത്യേകിച്ച് ഇപ്പോൾ 2.5 പവൻ എന്ന് പറയുമ്പോൾ 2.5 ലക്ഷമൊക്കെ പോകുമ്പോൾ അതിന് പ്രയാസം വിചാരിക്കേണ്ടതില്ല. അള്ളാഹു ആ ബാക്കിയുള്ള 97 പവനിൽ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ശുദ്ധീകരിച്ച് അതിൽ റബ്ബു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും, അതിന് പ്രതിഫലം നൽകും എന്ന് നീ മനസ്സിലാക്കണം. ഇനി സ്വർണത്തിൻ്റെ നിസാബ് എത്തുന്നത് എത്രയാണ്? നമ്മൾ പറഞ്ഞു നിസാബ് എത്തിയാൽ മാത്രമേ ഏതൊരു കാര്യത്തിനും സക്കാത്തുള്ളൂ എന്നാണ്. സ്വർണം കയ്യിൽ ഉടമപ്പെടുത്തിയ എല്ലാവർക്കും സക്കാത്തില്ല. അപ്പോൾ സ്വർണത്തിൻ്റെ നിസാബ് ഹദീസുകളിലുള്ള വാചകങ്ങൾ അത് 20 മിസ്കാലാണ്, 20 മിസ്കാലാണ് എന്നാണ്. ഈ മിസ്കാൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഗ്രാമുകളിലേക്ക് പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുണ്ട്. 4.25 ഗ്രാമാണ് ഒരു മിസ്കാൽ. എന്ന് വെച്ചാൽ 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഗുണിച്ചാൽ ഏകദേശം 85 ഗ്രാം ആയിരിക്കും വരിക. 85 ഗ്രാം ആയിരിക്കും വരിക. നമ്മൾ പവൻ്റെ കണക്ക് പറയുമ്പോൾ 10.5 പവനും 1 ഗ്രാം. 84 ആകുമ്പോൾ 10.5 പവനായി 1 ഗ്രാം ആയിരിക്കും വരിക. ഇത് നമ്മൾ നോക്കേണ്ടത് 24 കാരറ്റ് ആയിട്ടുള്ള സ്വർണ്ണമാണ്. അതാണ് കണക്ക്. അതായത് ദഹബ് ഖാലിസായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മറ്റ് ലോഹങ്ങൾ ചേർക്കാത്തതായ സ്വർണ്ണമാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 10.5 പവൻ 22 കാരറ്റുള്ള സ്വർണ്ണമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിസാബ് എത്തിയിട്ടുണ്ടാവില്ല. 85 ഗ്രാം നമ്മുടെ അടുക്കൽ 22 കാരറ്റിൻ്റെ അല്ലെങ്കിൽ 18 കാരറ്റിൻ്റെ സ്വർണ്ണമാണ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അത് നിസാബ് എത്തിയിട്ടുണ്ടാവില്ല. കാരണം അതിൽ അല്പം ലോഹങ്ങൾ വേറെ ഉണ്ട്. ഒരാൾക്ക് സൂക്ഷ്മതക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാൾക്ക് ബാധ്യതയാവും എപ്പോഴാണ്? അത് ഒന്ന് പെർസെൻറ്റേജ് കണക്ക് കൂട്ടിയാൽ മതി. ഇപ്പോൾ 22 കാരറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൽ സ്വർണ്ണത്തിൻ്റെ പെർസെൻറ്റേജ് എന്നൊക്കെ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 14 ഗ്രാം വേണ്ടി വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വരിക. നിങ്ങൾ കണക്ക് കൂട്ടുക. അപ്പം അങ്ങനെയാണ് സഹോദരങ്ങളെ എന്ത് ചെയ്യുന്നത് വരേണ്ടത്. ഹദീസിൽ കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൈക ഷൈഉൻ ഹത്താ തകൂന ലക 20 ദീനാർ. 20 ദീനാർ, 20 ദീനാർ എത്തുന്നത് വരെ. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. നിങ്ങൾക്ക് സക്കാത്തില്ല. ഫഇദാ കാനത് ലക 20 ദീനാറൻ വഹാല അലൈഹിൽ ഹൗൽ. അങ്ങനെ 20 ദീനാർ 20 ദീനാർ ആവുകയും വഹാല അലൈഹിൽ ഹൗൽ, ഹൗൽ തികയുകയും ചെയ്താൽ ഫഫീഹ നിസ്ഫു ദീനാർ, നിങ്ങൾ നിസ്ഫു ദീനാർ കൊടുക്കണം. ഇപ്പം 20ൻ്റെ അര എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? കണക്കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 20ൻ്റെ അര എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? 20 ദീനാർ ഉണ്ടെങ്കിൽ 1/2 ദീനാർ കൊടുക്കണം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ എത്ര ശതമാനമായി? പെട്ടെന്ന് കണക്കൂട്ടുന്ന കച്ചവടക്കാരൊന്നുമില്ലേ? 20ൻ്റെ അര എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് അതിൻ്റെ? 20ൻ്റെ 2 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 10. പിന്നെ അരയാകുമ്പോൾ ഒന്നുകൂടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2.5. കറക്റ്റാണ്. ഇപ്പം ഹദീസിൽ വളരെ വ്യക്തമാണ്. 20 ദീനാർ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഫഫീഹ നിസ്ഫു ദീനാർ, അതിൽ 1/2 ദീനാറാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അതായത് അതിൻ്റെ 2.5% നിങ്ങൾ കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി എത്ര സ്വർണ്ണം നമ്മുടെ കയ്യിലുണ്ടോ കൊടുക്കേണ്ട കണക്കെത്ര? 2.5%. 1000 പവൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം നമ്മൾ? 1000 പവൻ സ്വർണം, പ്യുവർ സ്വർണ്ണം ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 25 അല്ലേ? 25 ഗ്രാം നമ്മളത് കൊടുക്കുക. 100 പവൻ ഉണ്ടെങ്കിൽ 2.5 ഗ്രാം നമ്മൾ
സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഹദീസിൻ്റെ നേർക്ക് നേരെയുള്ള വാക്കാണ് അത് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പം അതാണ് സ്വർണത്തിൻ്റെ കാര്യം. ഇനി വെള്ളിയുടെ നിസാബ് അതും വന്നിട്ടുള്ളത് 5 ഊക്കിയ, അതായത് ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ 200 ദിർഹം. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം കേട്ടോ, നമ്മളിന്ന് UAE ദിർഹം അതല്ല, 200 ദിർഹം. അത് ഏകദേശം 140 മിസ്കാലാണ് എന്നാണ് കണക്ക്. ഒരു മിസ്കാൽ നമ്മൾ പറഞ്ഞു അതൊരു നാണയത്തിൻ്റെ വലിപ്പാണ് അന്ന് ഉണ്ടാക്കുന്നത്. അന്ന് ഒരു നാണയത്തിൻ്റെ ഒരു പ്രത്യേക വലിപ്പത്തിലേക്കായിരിക്കും നാണയം പഞ്ച് ചെയ്യുക, അങ്ങനെയാണ് ഉണ്ടാക്കുക. അത് ഗ്രാമാണ്. ഇന്നത്തെ മാതിരി കറൻസിക്ക് നമ്മളെ ഇത് സ്വർണവും വെള്ളിയും വെച്ചിട്ടാണ് നമ്മളിന്ന് കറൻസിക്ക് വിലയാക്കിയിട്ടുള്ളത്. അന്ന് അങ്ങനെയല്ല, നേർക്ക് നേരെ ആ സാധനത്തിന് തന്നെ വില ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്നത് സ്വർണ്ണമായിരിക്കും. സ്വർണ്ണം ഒരു കഷ്ണം ആക്കിയിട്ട് അത് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. വെള്ളിയും കഷ്ണമാക്കിയിട്ട് അത് തന്നെയാണ് കൊടുക്കുക. അത് ആ കോയിൻ തന്നെ വില ഉണ്ടാവും. അതാണ് പഴയ കാലത്ത്. അപ്പം അതുകൊണ്ട് 200 ദിർഹം എന്ന് പറയുമ്പോൾ അത് 140 മിസ്കാലാണ്. ഒരു മിസ്കാൽ 4.25 ഗ്രാമാണ്. 140 മിസ്കാൽ എന്ന് പറയുമ്പോൾ 4.25 ആയിട്ട് കണക്ക് കൂട്ടുമ്പോഴാണ് 595 ഗ്രാം എന്നുള്ള കണക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. 595 ഗ്രാം വെള്ളി ഒരാളുടെ കയ്യിലുണ്ടാകുമ്പോഴാണ് അയാൾക്ക് എന്തുണ്ടാകുന്നത്, സക്കാത്ത് ബാധകമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈസ ഫീമാ ദൂന ഖംസി അവാഖിം മിനൽ വരിഖി സദഖ. വെള്ളിയിൽ നിന്നും 5 ഊക്കിയൊക്കെ താഴെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പം 595 ഗ്രാമില്ല, ഒരാൾക്ക് വെള്ളിയുണ്ട്, ഒരു 500 ഗ്രാമുണ്ട്, 400 ഗ്രാമുണ്ട്, അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ സ്വർണ്ണമാണെങ്കിൽ നമ്മൾ പറഞ്ഞു 85 ഗ്രാമാണ്, അത് പ്യുവർ ഗോൾഡാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളിയാണെങ്കിലും അങ്ങനെ തന്നെ 595 ഗ്രാമാണ്. അത് ഹദീസുകളിൽ വന്ന ആ കാലത്തെ കണക്കിനെ ഇന്ന് ഗ്രാമിലേക്ക് മാറ്റിയതാണ്, അന്ന് ഗ്രാമിൻ്റെ കണക്കല്ല. ഇനി ഇവിടെ ഒരു ചോദ്യം വരാം, നിസാബ് പൂർത്തിയാകാൻ സ്വർണവും വെള്ളിയും ചേർത്ത് പരിഗണിക്കേണ്ടതുണ്ടോ എന്നാണ്. അതായത് ഒരാളുടെ അടുത്ത് ഒരു 10 പവൻ സ്വർണ്ണമുണ്ട്, 10.5 10 പവനുണ്ട്, 80 ഗ്രാമുണ്ട്, 85 അതുപോലെ തന്നെ ബാക്കി കാലത്ത് വെള്ളിയുണ്ട്. ഒരു 5 ഗ്രാം സ്വർണത്തിന് കണക്കായിട്ടുള്ള വെള്ളി അയാളുടെ ഉണ്ട് എന്ന് വിചാരിക്കുക. 5 ഗ്രാം സ്വർണത്തിന് കണക്കാവുന്ന അത്രയും വെള്ളി അയാളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അത് ചേർത്ത് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതാണ് അല്ലാഹു അലം ശരിയായി മനസ്സിലാക്കുന്നത്, ചേർത്ത് പരിഗണിക്കേണ്ടതില്ല. കാരണം ശരീഅത്തിൽ രണ്ടിനും വെവ്വേറെ നിസാബാണ് വന്നിട്ടുള്ളത്. ഒരാൾക്ക് 10 പവൻ സ്വർണ്ണം ഉണ്ട് എങ്കിൽ അയാൾക്ക് ബാധ്യതയില്ല. ഹദീസുകളിൽ കാണാൻ സാധിക്കുകയാണോ, ഉദ്ദേശിക്കുകയാണോ കൊടുത്തോട്ടെ എന്നാണ്. ഇല്ലാത്ത നീ ഉദ്ദേശിക്കുകയാണോ കൊടുത്തോട്ടെ, നിനക്ക് ബാധ്യതയില്ല. ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അവിടെ 10 പവനുണ്ട് എന്നാലും ഞാൻ കൊടുക്കുകയാണ്, അങ്ങനെ കൊടുക്കാം. പക്ഷെ ബാധ്യതയില്ല, നിർബന്ധ ബാധ്യതയാവുന്നില്ല. അതേപോലെ ആ ബാക്കിക്ക് അവൻ്റെ അടുത്ത് വെള്ളി ആണുള്ളത് എങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, അയാൾ കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്ത്രം ചെയ്യരുത്. ഒരാൾക്ക് 10.5 പവനായ പേടിയായിട്ട് വേഗം 1/2 പവൻ്റെ പൈസ കൊടുത്തിട്ട് അത് വെള്ളിയാക്കിയിട്ട് അത് രണ്ടും വെവ്വേറെ വെച്ചാൽ എന്നാൽ സേഫായി എന്ന് പറയുന്ന തീരുമാനം നമ്മൾ എടുക്കരുത്. അത് ഹീലത്താണ്, തന്ത്രമാണ്. അങ്ങനെ ചെയ്യരുത്. അതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ വെള്ളിയായിട്ട് കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ട്, വെള്ളിയായിട്ട് സാധനങ്ങളുണ്ട്, വെള്ളി നമ്മൾ ബാറ് വാങ്ങി വെച്ചിട്ടുണ്ട്, കോയിൻ ഉണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണം കോയിനുണ്ട്. ഇങ്ങനെ നോക്കി രണ്ടും വെവ്വേറെ അത് കൂട്ടേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. പിന്നെ ഒരാൾ സൂക്ഷ്മതയ്ക്ക് രണ്ടും ഒരുമിച്ച് കൂട്ടി, എന്തായാലും രണ്ടും എൻ്റെ അടുത്ത് സമ്പത്ത് തന്നെ ആണല്ലോ, രണ്ടും കൂടി കൂട്ടിയിട്ട് അത്ര ആവുന്നുണ്ട് എങ്കിൽ ഒരാൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. പല പണ്ഡിതന്മാരും അങ്ങനെ കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ വേറൊരു കാര്യമുണ്ട്. കച്ചവട വസ്തുക്കളുടെ സക്കാത്തിൽ നമ്മൾ സ്വർണവും വെള്ളിയും ചേർക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കറൻസികൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ സ്വർണവും വെള്ളിയും ചേർക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 10 പവനുണ്ട്, അല്ലെങ്കിൽ 8 പവൻ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്, 10.5 പവനില്ല. ബാക്കി 2.5 പവന് കണക്കായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ കച്ചവടം കൂടി നടത്തുന്ന ആളാണ്. ഇയാൾക്ക് ഗോൾഡും ഉണ്ട്, സമ്പത്തായിട്ട് ഗോൾഡും വീട്ടിലുണ്ട്, ഇയാൾക്ക് കച്ചവട വസ്തുക്കളും ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ചേർത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ ഒരാളുടെ കയ്യിൽ സമ്പത്തുണ്ട്, കറൻസി ഉണ്ട്, അതോടൊപ്പം തന്നെ സ്വർണവും വെള്ളിയും ഉണ്ട് എങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടണം. കാരണം ഇതെല്ലാം ഒരേ ഇനത്തിലാണ് പെടുക. കാരണം ഇതൊക്കെ ഒരേ വാല്യൂ ആണ് വരുന്നത്. അത് കച്ചവട വസ്തു ആകട്ടെ, നിൻ്റെ കയ്യിലുള്ള കറൻസി ആകട്ടെ, നിൻ്റെ കയ്യിലുള്ള സ്വർണവും വെള്ളിയാകട്ടെ, ഇതെല്ലാം വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് കിട്ടാവുന്നത് മൂല്യം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരുമിച്ച് ചേർക്കണം എന്നതിന് ഏകാഭിപ്രായമുണ്ട് എന്നുള്ളത് നമുക്ക് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹി പോലെയുള്ള മുൻഗാമികളിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 7 പവൻ സ്വർണ്ണമുണ്ട്, 10.5 പവനാണ് സ്വർണ്ണത്തിന് നിസാബ്. അപ്പോൾ ബാക്കി 3.5 പവന്, ഇപ്പോൾ ഏകദേശം ഞാൻ പറയാം 3.5 പവൻ 3.5 ലക്ഷം, 3.5 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് ഒരാളുടെ കടയിലുണ്ട് എന്ന് വിചാരിക്കുക. 3.5 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് കടയിലുണ്ട്, 7 പവൻ അയാളുടെ കയ്യിൽ സ്വർണം കയ്യിലുമുണ്ട് എങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കണം അയാൾ എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ശതമാനവും ഒരേപോലെ തന്നെയുണ്ട്, 2.5% തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 2.5%ആണ് നൽകുന്നത്. ഇനി സ്വർണവും വെള്ളിയാകട്ടെ അത്
സ്വർണത്തിൽ നിന്നോ വെള്ളിയിൽ നിന്നോ തന്നെ കൊടുക്കണം എന്നില്ല. നമുക്കതിൻ്റെ ഇന്നത്തെ മൂല്യം കണക്കാക്കി കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ മൂല്യമാണ് കിടക്കുക. പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കും, അന്ന് നമ്മൾ വാങ്ങിയ സ്വർണ്ണമാണ്, അപ്പോൾ ഇന്ന് ഞാൻ അന്ന് കൊടുത്തിട്ടില്ല, അപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഇപ്പം സക്കാത്ത് കൊടുക്കുമ്പോൾ ആ വാല്യൂ ആണോ ഈ വാല്യൂ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണ്ണമാണ്. മനസ്സിലായില്ലേ? സ്വർണത്തിൻ്റെ സക്കാത്ത് യഥാർത്ഥത്തിൽ സ്വർണ്ണമാണ്. നിങ്ങൾ അന്ന് കൊടുക്കാത്തതാണെങ്കിലും ശരി, അന്ന് എത്ര ഗ്രാമാണ് കൊടുക്കാത്തത്, അന്ന് അത് ആ ഗ്രാമിനാണ് ഇപ്പോഴും കൊടുക്കാൻ ബാക്കിയായിട്ടുള്ളത്. ആ കടാണ് നിനക്ക് ഇപ്പം ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാമിന് ഇപ്പം എത്ര വില അത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പം അന്ന് നിനക്കൊരു 100 പവന് 2.5 ഗ്രാം അന്ന് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ കൊല്ലം 2.5 ഗ്രാം എനിക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പം ആ 2.5 ഗ്രാം തന്നെയാണ് നിനക്ക് ഇപ്പോഴും ബാധ്യതയായിട്ടുള്ളത്. ആ 2.5 ഗ്രാം ഇപ്പം കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അത് നീ ഇന്നത്തെ വാല്യൂ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം, അത് 2.5 ലക്ഷം കൊടുക്കേണ്ടി വരും, എത്രയാണോ കണക്ക് നോക്കിയിട്ട്. ഇനി അതല്ല, നീ സ്വർണ്ണമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സാധുവിന് ആ 2.5 പവൻ നീ 2.5 ഗ്രാം കൊടുക്കുന്നുണ്ടെങ്കിൽ, 2.5 പവനല്ല 2.5 ഗ്രാം കൊടുക്കുന്നുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യണം, അതങ്ങനെ കൊടുക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വർണവും വെള്ളിയൊക്കെ അത് നമുക്ക് സ്വർണവും വെള്ളിയായിട്ട് തന്നെയാണ് അടിസ്ഥാനപരമായി കൊടുക്കുക. അതൊരാൾക്ക് എന്ത് ചെയ്യാം, അത് കയ്യിലുള്ള തുകയാക്കിയിട്ട് അന്ന് ആ കൊടുക്കുന്ന സമയത്തുള്ള തുകയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. അല്ലാതെ വാങ്ങിയ വില അല്ല. സ്വർണ്ണം ചിലപ്പോൾ പണ്ടേ കയ്യിൽ കിട്ടിയ 100 പവനൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അന്ന് ചിലപ്പോൾ 4000 റുപ്യക്ക് വാങ്ങിയതായിരിക്കണം. പക്ഷേ ഇന്ന് അതിൻ്റെ ലക്ഷമാകുമ്പോൾ നമ്മൾ ഇന്നത്തെ വിലയാണ് അതിന് കണക്കാക്കുക. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞത് സാധാ ഗോൾഡും സിൽവറുമാണ്, ആഭരണത്തിൻ്റെ കാര്യമല്ല. അതൊരു മസ്അലയാണ്. അതായത് സക്കാത്തുൽ ഹുലി, ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഉണ്ട്. ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് കേവലം ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ മാത്രം അഭിപ്രായമല്ല, അല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു സമസ്തക്കാരുടെ മാത്രം അഭിപ്രായമല്ല. ചിലത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് അവർ മറ്റെല്ലാ വിഷയത്തിലും പറയുന്നത് പോലത്തെ ഒരു അഭിപ്രായമാണ്. അല്ല, സലഫി പണ്ഡിതന്മാർ തന്നെയും ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ വല്ലാഹു അലം, ഷെയ്ഖ് ബിൻ ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പല മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞത് അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം, സ്വർണത്തിനും വെള്ളിയും ആഭരണമാണെങ്കിലും ശരി സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഏറ്റവും കുറഞ്ഞത് സൂക്ഷ്മതക്കെങ്കിലും അത് നല്ലതാണ്. സൂക്ഷ്മതക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് അത് നല്ലതാണ്. കാരണം സക്കാത്ത് എന്നുള്ള നിർബന്ധ ബാധ്യതയാണ്. നമ്മൾ പരലോകത്തെത്തുമ്പോൾ ഇത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് അറിഞ്ഞാൽ നമുക്കൊരു വേറെ വഴിയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഇവിടെ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ ആഭരണത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നവർ പോലും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ചില കാര്യമുണ്ട്. ആഭരണങ്ങളാണെങ്കിലും ശരി, നീ വാങ്ങുമ്പോൾ ഉദ്ദേശം ഇത് നിനക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ട്, നിനക്ക് എപ്പോഴും ഒരാവശ്യം വന്നാൽ എടുത്ത് വിൽക്കാം, ഭാവിയിൽ വിൽക്കാം എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ പിന്നീട് അത് ആഭരണമായിട്ട് പരിഗണിക്കുകയില്ല. ആഭരണമായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് എപ്പോൾ മാത്രമാണ്, നീ അത് കേവലം ഉപയോഗിക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതൊരിക്കലും വിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചിന്ത ഉണ്ടായൊരു അത്യാവശ്യ ഘട്ടം വന്നാൽ വിൽക്കേണ്ടത് വേറെ വിഷയം. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും എന്തില്ല, അത് വിൽക്കണം എന്നുള്ള ചിന്തയില്ല. ഇതൊരു മോതിരം വാങ്ങുന്നു ഒരു സ്ത്രീക്ക്, ആ മോതിരമായിട്ട് അങ്ങനെ ഇടണം മരിക്കുന്നത് വരെ, അതാണ് അവരുടെ ഉദ്ദേശം. ഒരു മാലയായിട്ട് അങ്ങനെ ഇടണം, അതല്ലെങ്കിൽ കാതിലായിട്ട് അങ്ങനെ ഇടണം, ഇതേ അവരുടെ ഉദ്ദേശമുള്ളൂ. എങ്കിൽ അതിന് സക്കാത്ത് ഇല്ല എന്നാണ്, സക്കാത്ത് ബാധ്യത ഇല്ല എന്ന് പറയുന്നവർ പറയുന്നത്. അതല്ലാതെ സ്വർണം എന്ത് വാങ്ങുമ്പോഴും നമ്മൾ വള വാങ്ങിയേക്കാം, ഒരു മോതിരം വാങ്ങിയേക്കാം, ഇത്ര വിലക്ക് നമുക്ക് അടുത്താകുമ്പോൾ വിൽക്കാം എന്ന ചിന്തയിലാണ് ഒരാൾ വാങ്ങുന്നത് എങ്കിൽ പിന്നീട് അവിടെ ആഭരണം എന്ന് പറയുന്ന ആ വകുപ്പിലേക്ക് അത് വരില്ല. അത് എല്ലാവർക്കും ഏകാഭിപ്രായമുള്ള കാര്യമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ, അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആഭരണം ധരിക്കുക എന്ന് പറഞ്ഞാൽ ആണുങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ധരിക്കുക എന്നുള്ളതല്ല, ആ നിലക്ക് പ്രദർശിപ്പിക്കുകയാണ് എങ്കിൽ അത് നിഷിദ്ധമാണ്. ആ നിലക്ക് വാങ്ങുന്ന സ്വർണത്തിനും എന്തുണ്ട്, സക്കാത്ത് ബാധ്യതയുണ്ട്. അത് ഈ പറയുന്ന ഇനത്തിൽ പെടുന്നില്ല എന്നാണ്. അതാണ് പലപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അധികവും സ്വർണം വാങ്ങുന്നത് തന്നെ കല്യാണത്തിന് 4 ആൾക്കാരെ കാണിക്കാനാണ്. മാലയായിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും നെക്ലേസ് ആയിട്ടും ഒക്കെ അത് ആളുകളെ കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ കാണിക്കുക എന്നുള്ളതല്ല, പുരുഷന്മാരെ കാണുന്ന രൂപത്തിൽ അങ്ങനെ വസ്ത്രമൊന്നും പർദ്ദയൊന്നും ഇടാതെ നടക്കുകയാണെങ്കിൽ അതിനും സക്കാത്തുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ എന്തില്ല, സംശയമില്ല. അതേപോലെ പൊതുവെ ഒരു സ്ത്രീക്ക് ധരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് വാങ്ങുന്നുണ്ടല്ലോ, അതിനൊക്കെ എന്തായാലും സക്കാത്തുണ്ട്. അതായത് ഒരു കഴുത്തിന് താങ്ങാൻ പറ്റുന്ന മാലല്ല, അതിനപ്പുറത്തേക്ക് കല്യാണത്തിന് ഇങ്ങനെ ധരിക്കുന്ന കുറേ ഉണ്ടല്ലോ, അതിനൊക്കെ സക്കാത്തുണ്ട്. ഇവിടെ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറയുന്നത് നോർമലി ഒരു സ്ത്രീ ധരിക്കുന്ന വള, ഒരു മാല, അതുപോലെ കമ്മൽ, മോതിരം, ഇങ്ങനെയുള്ള നോർമലി ധരിക്കുന്ന കാര്യത്തിനാണ് ഞാൻ പറയുന്നത്. അതിനും സക്കാത്ത് ഉണ്ട് എന്നാണ്. പക്ഷേ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നവർ പോലും ഈ കാര്യങ്ങൾ തിരിച്ചറിയാറില്ല. അത് വിചാരിക്കുന്ന അവരുടെ ഇങ്ങനെ സ്റ്റോക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുറേ സ്വർണ്ണം അങ്ങോട്ട് വാങ്ങി വെക്കും. ഇതൊന്നും ഒരിക്കൽ പോലും ഇടൂല.
ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ വീട്ടുകാർ കൊടുക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് വീടൊക്കെ എടുക്കേണ്ടി വരും, അപ്പം അതിൽ നിന്ന് എടുത്ത് ഒരു വിറ്റോട്ടെ എന്ന ഉദ്ദേശത്തിൽ അത് പിൽക്കാലത്ത് വിറ്റ്, അതാണ് പലപ്പോഴും നടക്കാറുള്ളത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവർ ഈ സ്വർണം കൊടുത്തിട്ട് സ്ഥലം മേടിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട് വാങ്ങിക്കും. അപ്പം അതിനൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് പല വാപ്പന്മാരും മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. അത് നിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്, അത് ഒരു സോഴ്സായിട്ട് അവിടെ നിൽക്കട്ടെ, ഒരു അസറ്റായിട്ട് അവിടെ നിൽക്കട്ടെ എന്നാണ്. അതല്ലാതെ ആഭരണമായിട്ട് എന്നും രാവിലെയും വൈകുന്നേരം ഇട്ട് നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലല്ല. അപ്പം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരികയാണ്, കാരണം അങ്ങനെ കുറേ കാര്യങ്ങളായ അവസാനത്തെ കുറേ ചോദ്യങ്ങൾ കുറയാം. വൈറ്റ് ഗോൾഡിന് സക്കാത്തുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഗോൾഡാണ്. ആൾക്കൊരു വെറൈറ്റിക്ക് വേണ്ടി അതിൻ്റെ മഞ്ഞ നിറം മാറ്റിയിട്ട് വൈറ്റ് നിറം ആവാൻ വേണ്ടിയിട്ട് സ്വർണത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചിട്ട് വേറെ ചില ലോഹങ്ങൾ ചേർത്തിട്ടാണ് വൈറ്റ് ഗോൾഡ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കണക്ക് പറയുന്നത് ഏകദേശം 75% സ്വർണ്ണമാണെന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള വൈറ്റ് ഗോൾഡിനും അതായത് ജ്വല്ലറിയിൽ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കണക്ക് കൃത്യമായിട്ടുണ്ടാകും, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിന് 75% ഗോൾഡ് ഉണ്ടാവുക എന്നാണ് പൊതുവെ പറയുന്നത്. ബാക്കി പല ലോഹങ്ങൾ ചേർത്തിട്ട് അത് വൈറ്റാക്കി മാറ്റാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ആഭരണത്തിൽ സ്വർണം എത്ര ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇപ്പം 100 ഗ്രാം വൈറ്റ് ഗോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് 75 ഗ്രാം ഈ പറഞ്ഞ കണക്ക് പ്രകാരം എന്തുണ്ട്, സ്വർണ്ണമുണ്ട്. അപ്പോൾ അതിന് സക്കാത്തുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ പറഞ്ഞു 85 ഗ്രാംസിനാണ്. അപ്പോൾ അതിന് സക്കാത്തില്ല. 100 ഗ്രാം ഉണ്ടെങ്കിൽ സ്വർണ്ണം അത്ര വരുന്നില്ല. കാരണം ബാക്കിയുള്ള വില കൂടിയ ലോഹങ്ങൾക്കൊന്നും ഒരാൾക്ക് സക്കാത്തില്ല. ഇപ്പോൾ കാർബൺ ഫൈബറൊക്കെ നല്ല വില കൂടിയ മെറ്റലായിരിക്കും, വില കൂടിയ കാറിനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് സക്കാത്തില്ല. വില കൂടിയ വസ്തു എന്നുള്ളത് കൊണ്ട് സക്കാത്താക്കിയിട്ടില്ല. സ്വർണവും വെള്ളിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്താക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും വില കൂടിയ വാല്യൂ ഉള്ളതായിരിക്കാം, അതിനെന്തില്ല, സക്കാത്തില്ല. അതേപോലെ തന്നെ പല മോതിരങ്ങൾക്കും നെക്ലേസിനൊക്കെ ഡയമണ്ടുകളൊക്കെ വരും. അപ്പോൾ ഡയമണ്ട് വില കൂടിയതൊക്കെ തന്നെയാണ്, പക്ഷേ ഡയമണ്ടിന് സക്കാത്തില്ല. അപ്പം അവിടെ നമ്മൾ ഇത്തരം ഡയമണ്ടുകൾ ഒരാൾ വാങ്ങി വെക്കുന്നതിൻ്റെ ഉദ്ദേശം പിന്നീട് വിൽക്കാമെന്നോ വല്ലോ ആണെങ്കിൽ അത് കച്ചവടത്തിൻ്റെ വസ്തുക്കളിലേക്ക് വരും, അത് വേറെ വകുപ്പിലേക്ക് വരും, കച്ചവട വസ്തുക്കളിലേക്ക് അപ്പോൾ അത് വരും. അതല്ല എങ്കിൽ ഡയമണ്ടിന് ആ വസ്തുവിന് എന്തില്ല, സക്കാത്തില്ല. അതുകൊണ്ട് ഒരാളുടെ നെക്ലേസിലോ മോതിരത്തിലോ ഒക്കെ ഡയമണ്ടിൻ്റെ അംശമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങുമ്പോൾ അതിൽ കണക്കുണ്ടാവും, സ്വർണ്ണം ഇത്രയാണ്, ഡയമണ്ടിൻ്റെ ഗ്രാം ഇത്രയാണ് എന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ആ ഡയമണ്ടിൻ്റെ ഗ്രാം കുറച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 10 ഗ്രാം ഒരു മാലയുണ്ട്, അതിൽ 2 ഡയമണ്ട് ഉണ്ട് എങ്കിൽ ആ 2 ഡയമണ്ടിനും ഈ 2 ഗ്രാം വെച്ചിട്ടുള്ള ഡയമണ്ടാണ് എങ്കിൽ 4 ഗ്രാം കുറഞ്ഞ് നിങ്ങൾക്ക് അത് 6 ഗ്രാം സ്വർണ്ണമേ ഉള്ളൂ. അപ്പം അതിന് അത്ര കണക്കൂട്ടിയാൽ മതി. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള വില കൂടിയ വസ്തുക്കൾക്ക് എന്തില്ല, സക്കാത്തില്ല. അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്രമേ ഉള്ളൂ. സ്വർണവും വെള്ളിക്കാണ് സക്കാത്തുള്ളത് എന്നാണ് പറയാനുള്ളത്. ഇതാണ് സ്വർണവും വെള്ളിയുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ട്, ഇപ്പം തന്നെ ചോദിക്കാം. സ്വർണവും വെള്ളിയും മാത്രം, അടുത്ത അതിന് കറൻസിയുടെ സക്കാത്തിലേക്ക് പോവാണ്, ഇല്ലേ നമുക്ക് അടുത്തതിലേക്ക് പോവാം. വെള്ളിയുടെ വാച്ചാണെങ്കിൽ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഭരണമായിട്ട് വെള്ളി മോതിരം മാത്രമേ അവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആഭരണമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കരുത്, പുരുഷന്മാർക്ക് അങ്ങനെ ആഭരണങ്ങളില്ല. ഇനി അതാ ഒരു വാല്യൂ ആയിട്ട് പിന്നീട് വിൽക്കാനൊക്കെ ഉദ്ദേശിച്ച് ഉള്ളതാണ് എങ്കിൽ അത് അതിന് വില കണക്കാക്കുക. 595 ഗ്രാം വെള്ളിയൊക്കെ ഉണ്ടാവുമോ ഈ വാച്ചിന്? അത്ര 1 കിലോൻ്റെ വാച്ചൊക്കെ ധരിക്കുമായിരുന്നെങ്കിൽ അതൊക്കെ വളരെ കുറഞ്ഞായിരിക്കും, അന്നിങ്ങനെ ബേജാറാവേണ്ട ആവശ്യമില്ല. ഇന്നലെ ഒരാൾ വന്നിട്ടൊരു നമ്മളെ ഇതുണ്ടല്ലോ, കുറ്റി ഉണ്ടാവല്ലോ, അപ്പം അതിന് സക്കാത്ത് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം. സംഭവം ചിന്തിക്കുമ്പോൾ അതിലെത്ര കോയിൻ ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അതിലൊരു 10,000 ഉണ്ടെന്ന് കണക്കാക്കിക്കോ, 250 ഉറുപ്പ ഉള്ളൂ സക്കാത്ത്. അതിന്മേലൊന്നും വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു കുറ്റിയിൽ 20 ഉറുപ്പേൻ്റെ കോയിൻ ഇട്ടാൽ പോലും ഒരു കുറ്റി എന്ന് പറഞ്ഞാലും ഒരു 10,000 ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. ഒരു 10,000 ഉണ്ടായാൽ തന്നെ അതിൽ സക്കാത്ത് 2% പറഞ്ഞാൽ 250 ഉറുപ്പ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഡൗട്ടുണ്ട്, 250 ഉറുപ്പ്യ അതിൽ കൂട്ടിക്കോളി, അത്രേ ഉള്ളൂ. ചിലതൊക്കെ നമ്മുടെ ഡൗട്ടുകൾ നമ്മൾ ചിന്തിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. 1 കിലോൻ്റെ വാച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ധരിക്കും എന്നുള്ളത്. അത് മറ്റുള്ള വസ്തുവായിട്ട് കൂട്ടുമ്പോൾ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും കൊടുക്കണം, കരുതി വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതായത് അത് വീടെടുക്കാൻ വേണ്ടി ആൾക്കാർ കരുതി വെക്കാറുണ്ട്. അതൊക്കെ തന്നെയാണ് യഥാർത്ഥ നമ്മൾ കരുതി വെക്കുക എന്നുള്ളത്. 12 മതി. പിന്നെ ബാക്കി കാശ് ഉണ്ടെങ്കിൽ അത് കൂടി. ഇനി പെൺകുട്ടിക്ക് നിങ്ങൾ ആദ്യം അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, പെൺകുട്ടിക്ക് ഓൾറെഡി കൊടുത്തതാണ് എങ്കിൽ അവൾക്ക് നിസാബെത്തുമ്പോൾ മാത്രമേ ബാധ്യത ഉള്ളൂ. പിന്നെ നിങ്ങളെ ബാധ്യത പോയി. ഇപ്പോൾ സ്വർണ്ണ വെള്ളി നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, മക്കൾക്ക് കൊടുക്കുമല്ലോ, ചെറിയ മക്കൾക്ക് തന്നെ പെൺകുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ചെറുതിലെ 3 പെൺകുട്ടി ഒരാൾക്ക് ഉണ്ട് എങ്കിൽ ഓരോരുത്തർക്കും 5 പവൻ വെച്ചിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക, മാലയും വളയൊക്കെ ആയിട്ട്.
അപ്പോൾ അത് 15 പവനുണ്ട്. 15 പവൻ ഒന്നായിട്ട് നോക്കുമ്പോൾ അത് നിസാബിൻ്റെ മേലെയാണ്. പക്ഷേ 5 കുട്ടികൾക്ക് വേറെ കൊടുക്കുമ്പോൾ ഓരോ കുട്ടികൾക്കും ഒന്നുമില്ല, നിസാബില്ല. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഈ 3 കുട്ടികൾക്കും 5 പവനായിട്ട് അവർക്ക് തന്നെ കൊടുത്തതാണ് എങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ മേലെ നിങ്ങൾക്ക് സക്കാത്ത് വരുന്നില്ല. ഇനി അതല്ല, നിങ്ങൾ വെറുതെ ഇടാൻ കൊടുത്താണ്, അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങളപ്പോൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചെടുത്തിട്ട് നിങ്ങൾ എന്തും ചെയ്യും. അതായത് തൽക്കാലം കുട്ടിക്ക് ഇട്ടാൻ കൊടുത്തതാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ 15 പവൻ്റെ ഉടമ. അപ്പോൾ അത് സക്കാത്തിലേക്ക് വരും. അതല്ല, നിങ്ങൾ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി ആ കുട്ടിയുടെ നിന്ന് ഒരിക്കലും നിങ്ങൾ വാങ്ങാൻ പോകുന്നില്ല. ആ കുട്ടി വലുതാകുമ്പോൾ ആ മാലൻ്റെയും വളൻ്റെയൊക്കെ സൈസൊക്കെ മാറ്റുമെന്നല്ലാതെ നിങ്ങളതിലേക്ക് ഇനി തൊടാൻ പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്വർണത്തിനോടൊപ്പം അത് കൂട്ടേണ്ടതില്ല. ഈ 3ഉം 5-5 വെച്ചിട്ട് അതും കൂട്ടേണ്ടതില്ല. ഓരോരുത്തർക്കും, ഓരോ പെൺകുട്ടിക്കും 10.5 പവൻ ഉണ്ടാകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉമ്മക്ക് വേറെ, ഓരോ പെൺകുട്ടിക്ക് വേറെ, ഓരോരുത്തരുടെതും 10.5 പവൻ വരുമ്പോൾ മാത്രമേ സക്കാത്ത് വരുന്നുള്ളൂ. ഹൗൽ എന്ന് പറയുന്നത് ഒരു ചന്ദ്രവർഷമാവുക എന്നുള്ളതാണ്. അതാണ് ഹൗൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്നാണോ നമ്മുടെ നിസാബ് എത്തുന്നത്, നിസാബ് എത്തുമ്പോഴേ ഹൗൽ വരുന്നുള്ളൂ. ഇപ്പം നിസാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണത്തിന് 85 ഗ്രാം, ഇപ്പം ഇന്ന് നിങ്ങളതിൽ 10 ഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഹൗൽ എന്ന് പറയുന്ന സംഭവം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത മാസം ഒരു 10 ഗ്രാം നിങ്ങൾ വീണ്ടും വാങ്ങി, അങ്ങനെ 10ക്ക് 10 വാങ്ങി ഒരു മാസം എത്തുമ്പോൾ നിങ്ങൾ 80 കഴിഞ്ഞ് പിന്നെ അടുത്ത 90 ഗ്രാമായിട്ടുണ്ടാവും. 9ാമത്തെ മാസം നിങ്ങൾ 90 ഗ്രാമായി. അപ്പം നിങ്ങൾ നിസാബിൻ്റെ മേലെ പോയി. അന്നാണ് നിങ്ങളുടെ ഹൗല് സ്റ്റാർട്ട് ചെയ്യുക. എന്നാണോ നിസാബ് എത്തുന്നത് അന്നാണ് ഹൗല് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത് ഒരു ഷാബാൻ മാസമാണെങ്കിൽ ഷാബാനിൻ്റെ 1-ാം തീയതി നിങ്ങളൊരു 10ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ 80 നിന്ന് 90 ഗ്രാമിലേക്ക് എത്തി. അന്ന് നിങ്ങളുടെ ഹൗല് സ്റ്റാർട്ട് ചെയ്തു. ഓർമ്മിച്ച് വെക്കുക ഡേറ്റ്. അടുത്ത ഷാബാൻ വരെ ഈ 90 ഗ്രാമിൽ നിന്ന് ഇങ്ങനെ കൂടാന്നല്ലാതെ അതിൽ നിന്ന് കുറയുന്നില്ല എങ്കിൽ അന്ന് എത്രയാണോ ഉള്ളത് അതിൻ്റെ നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ മതി. 2.5% മൊത്തത്തിൽ അല്ലല്ല, ഫുള്ളിൻ്റെ കൊടുക്കണം. അതും പൊതുവേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഒരാളിൽ 15 പവനുണ്ട് എങ്കിൽ നമ്മൾ ആ 4.5 പവൻ്റെ ആണോ കൊടുക്കേണ്ടത്, അതല്ല മൊത്തം 15 പവൻ്റെ കൊടുക്കേണ്ടതുണ്ട്? മൊത്തം 15 പവൻ്റെ കൊടുക്കേണ്ടതുണ്ട്, മൊത്തത്തിൻ്റെ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ ബാക്കിയുള്ളതിൻ്റെ അല്ല, മുഴുവൻ്റെതാണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ അതിൻ്റെ ഒരു ലിമിറ്റ്, ബാധ്യത ആവുന്ന ഒരു ഇതാണ്. കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് എപ്പോഴും കൊടുക്കുകയുള്ളൂ. എന്ത് കാര്യം സക്കാത്ത് കൊടുക്കുമ്പോൾ മൊത്തം കണക്ക് കൂട്ടിയിട്ടേ കൊടുക്കുകയുള്ളൂ. സ്റ്റോക്കാണെങ്കിലും, സ്റ്റോക്കിൻ്റെയോ അങ്ങനെ തന്നെ, സ്വർണ്ണത്തിൻ്റെ അങ്ങനെ തന്നെ, വെള്ളീൻ്റെ അങ്ങനെ തന്നെ, കറൻസിൻ്റെ അങ്ങനെ തന്നെ. കൊടുക്കുമ്പോൾ ഒന്നായിട്ട് കൊടുക്കുക, എല്ലാത്തിനും കൂടിയിട്ടാണ് കൊടുക്കുക. പക്ഷെ അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ലിമിറ്റ് എത്തുമ്പോൾ മാത്രമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. തീർത്തും കൊടുക്കുക. അതായത് 85 ഗ്രാമിൻ്റെ 2.5% കണക്കൂട്ടിയിട്ട് കൊടുക്കുക. 10 ഒരു ഗ്രാമുമാണ് വരുന്നത്. അത് 84ആണ് 10.5 പവൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏകദേശം റൗണ്ടാക്കിയതാണ്. 10 ഒരു ഗ്രാമുമാണ് യഥാർത്ഥത്തിൽ, 85 ഗ്രാമാണ് ഏകദേശം. അത് നിങ്ങൾ കണക്ക് കൂട്ടണം. അത് ഒരു 20 പെർസെൻറ്റേജിലേക്ക് ആദ്യം മാറ്റുക ചെയ്യുക. 22/24 വെച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാ അപ്പോൾ വേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ പറയുന്ന മുഴുവൻ കണക്കുകളും 24 ക്യാരറ്റിൻ്റെ കണക്കിലാണ്. നമുക്ക് ഏതെങ്കിലും ഒന്നിലാണല്ലോ പറയാൻ പറ്റുക. നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും അത് 22/24 × 100 ചെയ്താൽ അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 22 ക്യാരറ്റിൽ എത്ര സ്വർണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ 100% ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിൽ കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഗ്രാം വരുള്ളൂ. അപ്പോൾ ലേശം കൂടുതൽ വരുമ്പോൾ ഉണ്ടാവുള്ളൂ. ഒരു സ്ത്രീയുടെ അടുക്കൽ 10.5 പവൻ 22 ക്യാരറ്റിൻ്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നിസാബ് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇനി ഒരാൾക്ക് എളുപ്പത്തിൽ ഞാൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് കൊടുക്കുകയാണ് അവരിഷ്ടം. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക്, വയസ്സായ സ്ത്രീക്ക് അങ്ങനെ കണക്കൂട്ടാനൊന്നും അറിയില്ല. ഞാൻ 10.5 കൊടുക്കുന്നുള്ളൊരു കുഴപ്പമില്ല. അത് ബാധ്യത ആവുന്നില്ല എന്ന് മാത്രം. അധിക കാലത്ത് 22 ഉണ്ടാകാൻ 24 ആഭരണമായിട്ട് ഉപയോഗിക്കൂല, പൊട്ടിപ്പോവും, കൊടുക്കേണ്ട വരില്ല. അതായത് ഈ നിയമപ്രകാരം വരുന്നില്ല എന്ന് തീർത്തും പറയാം. അതാണ് അതുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്തത് കറൻസിയുടെ സക്കാത്താണ്. കറൻസി എന്ന് പറയുന്നത് പഴയ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം പഴയ കാലത്തെ വിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഈ സ്വർണവും വെള്ളിയും തന്നെയാണ്, ദിർഹവും ദീനാറുകളും തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് ഓരോ രാജ്യങ്ങളും അവരുടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സമ്പത്ത് എടുത്തു വെച്ചിട്ടാണ് അവരുടെ ബാങ്കുകളിൽ കറക്റ്റ് അതിന് കണക്കായിട്ടുള്ള കറൻസികൾ അടിക്കുന്നത്. അപ്പം അതിൻ്റേതായ സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ അതാണ് കറൻസിയുടെ സക്കാത്ത്. അതിൻ്റെ നിസാബ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു പഴയ കാലത്ത് സ്വർണവും വെള്ളിയാണ് നമ്മുടെ വിനിമയമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതിൻ്റേതാണ് നമ്മൾ കറൻസി? ഇപ്പോൾ സ്വർണത്തിനെ വെച്ചിട്ടാണോ നമ്മൾ കറൻസി ആക്കിയത്, അല്ല വെള്ളിയുടെ വെച്ചിട്ടാണോ ആക്കിയത്? രണ്ടും ആവും. ചില നാട് സ്വർണ്ണമാണ്, ചില നാട് വെള്ളിയാണ് ഒക്കെ വെക്കുന്നത്. അധികവും സ്വർണ്ണമാണെന്ന് തോന്നുന്നുണ്ട് വെക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ കറൻസിക്ക് ഇതായിട്ട് എടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞ സ്വർണ്ണമാണെങ്കിൽ 85 ഗ്രാമാണ്. അപ്പം 85 ഗ്രാമിൻ്റെ വാല്യൂ ഇന്ന് എത്ര ഉണ്ടാവും? അതിൻ്റെ ഇടയിൽ ഒന്ന് ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെ ഇന്നത്തെ റേറ്റ് ഒന്ന് പറയണമെന്ന് എനിക്ക് പറയാൻ എളുപ്പമുണ്ട്. സിൽവർ റേറ്റ് ടുഡേ, ഗോൾഡ് റേറ്റ് ടുഡേ ഒന്ന് എടുത്ത് പവനിൽ പറഞ്ഞുതരാൻ പറ്റുമോ?
വെള്ളി ഗ്രാമിനാ അന്ന് 595 ഉണ്ടെന്ന് ഗുണിച്ചാൽ ഇന്നത്തെ, അതായത് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എത്ര പൈസ ഉള്ള ആൾക്കാണ് സക്കാത്ത് കൊടുക്കണം. 595 വെച്ചിട്ട് നിങ്ങൾ ആ പറഞ്ഞ ഗ്രാം റേറ്റ് ഒന്ന് ഗുണിച്ചാൽ മതി. സാധാരണ നോക്കി വെക്കാറുണ്ടെന്ന് വിട്ടുപോയി. മാറും, അത് നന്നായി മാറിയിട്ടുണ്ട്. അല്ല, സിൽവർ 1,75,000 ഏകദേശം അല്ലേ? 1,75,000 ഏകദേശം. ഇനി സ്വർണത്തിൻ്റെ ഒന്ന് അതിൻ്റെ ഇടയിൽ നോക്കിക്കോളൂ. അതായത് നമ്മുടെ കയ്യിൽ കറൻസി ആയിട്ട് വെള്ളിയുടെ നിസാബാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ 1,75,000 ഉള്ള ഒരാൾക്ക് നിസാബ് എത്തിയിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. അതായത് കാരണം അയാൾ വെള്ളിയുടെ വാല്യൂ വെച്ചിട്ടാണ് നോക്കിയത്. 595 ഗ്രാമിൻ്റെ വെള്ളിക്ക് കണക്കായിട്ടാണ് അയാളുടെ കയ്യിലുള്ള പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ 1,75,000 ഏകദേശം പറഞ്ഞ കണക്ക് വെച്ചാൽ അയാൾ നിസാബ് എത്തി. ഇനി ഒരു വർഷം കഴിയുമ്പോൾ ഇതിങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്വർണത്തിൻ്റെയാണ് കണക്കൂട്ടണമെങ്കിൽ എത്ര വരുന്നത്? 10 പവന് 85 ഗ്രാമിന് 13 ലക്ഷം. സ്വർണത്തിൻ്റെ ആണെങ്കിൽ 13 ലക്ഷമൊന്നും ഇല്ലാത്ത ഒരാൾക്കും സക്കാത്തില്ല. 13 ലക്ഷമൊന്നും ഇല്ലാത്ത ഒരാളും സക്കാത്ത് കൊടുക്കണം. ഒരാളുടെ 5 ലക്ഷം ബാങ്കിലുണ്ട്, കയ്യിലുണ്ട്, അയാൾക്ക് സക്കാത്തില്ല. കാരണം സ്വർണ്ണം എത്ര 10 പവൻ സ്വർണം ഉടമപ്പെടുത്തുന്നത് തുല്യമായ കറൻസി ഉണ്ടെങ്കിലേ അയാൾക്ക് സക്കാത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്? വെള്ളിയുടേത് കണക്കാക്കണോ സ്വർണത്തിൻ്റേത് കണക്കാക്കണോ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കുണ്ട്. പഴയ കാലത്ത് ഇത് രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വാല്യൂ ഏകദേശം ഒരേപോലെ നിന്നിരുന്നു. അപ്പോൾ ഇന്ന് വളരെ വലിയ വ്യത്യാസമാണുള്ളത്. 1,75,000 13 ലക്ഷം ഇവിടെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ പല പണ്ഡിതന്മാരും ഷെയ്ഖ് ബിൻ ബാസ്, ബിൻ ഉസൈമീൻ, അതുപോലെ സൗദി അറേബ്യയിൽ ഉന്നത പണ്ഡിത സഭയായ അൽ ലജ്നത്തു ദാഇമ ലിൽ ഇഫ്താ, ഇവരൊക്കെ പറയുന്നത് ഏറ്റവും കുറഞ്ഞ നിസാബ് ഏതാണോ എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളി, അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ലത്. കാരണം കൂടുതൽ സാധുക്കൾക്ക് ഉപയോഗപ്പെടുക അപ്പോഴായിരിക്കും. എങ്ങനെയാണത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരാണ്, 4-5 ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് 5 ലക്ഷമാണ് ബാലൻസ്, ഇയാളുടെ അടുത്ത് 6 ലക്ഷമുണ്ട്, ഇയാളുടെ അടുത്ത് 7 ലക്ഷമുണ്ട്, 8 ലക്ഷമുണ്ട്, 9 ലക്ഷമുണ്ട്, 10 ലക്ഷമുണ്ട്. അപ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ ആരും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല അല്ലേ? എന്നാൽ നമ്മൾ വെള്ളിയുടെ ബാധ്യസ്ഥരാണെങ്കിൽ നമ്മളെല്ലാവരുമാണ്. കൊടുക്കേണ്ട കണക്കൊക്കെ സെയിം തന്നെ വരുള്ളൂ, 2.5% വരുള്ളൂ. 5 ലക്ഷം ഉണ്ടായ ഒരാൾക്ക് 12,500 ആയിരിക്കും വരിക. അതായത് 1,00,000-ന് 2,500 അത്രേ വരുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഇടയിലുള്ള ആൾക്കാരൊക്കെ ഒഴിവായിപ്പോവും. അതായത് 13 ലക്ഷം വരുന്നത് വരെ ഒരാൾക്കൊന്നും ഉണ്ടാവില്ല. 13 ലക്ഷം വരുമ്പോൾ ഒറ്റയടിക്ക് 2% ഒന്നായിട്ട് തന്നെ പോകും. പക്ഷെ അത് വരെയുള്ള ഇടയിലുള്ള ആൾക്കാരുണ്ടാവും. വെള്ളിയുടെയും സ്വർണത്തിൻ്റെ ഇടയിൽ ബാലൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് പല പണ്ഡിതന്മാരും പറയുന്നത് ഏറ്റവും സൂക്ഷ്മതയും അതുപോലെ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ വെള്ളിയുടെ നിസാബ് എടുക്കുമ്പോഴാണ്. എന്നാൽ ഒരുപാട് ആളുകൾ ഇപ്പം എൻ്റെ ഒരു 12,500 സക്കാത്തിലേക്ക് വന്നു, 6 ലക്ഷമുള്ള ഒരാൾ 15,000 സക്കാത്തിലേക്ക് വന്നു, 7 ലക്ഷം ഉള്ള ഒരാൾ 17,500 സക്കാത്തിലേക്ക് വന്നു, 8 ലക്ഷമുള്ള ഒരാൾ 20,000 സക്കാത്തിലേക്ക് വന്നു. അപ്പോൾ കുറേ പണം സക്കാത്തായിട്ട് സാധുക്കൾക്ക് കിട്ടും. മറ്റേത് സാധുക്കൾക്ക് ഇങ്ങനെ 13 ലക്ഷത്തിൻ്റെ മേലുള്ള ആൾക്കാരുണ്ടായാൽ മാത്രമേ ആ നാട്ടിലെ സാധുക്കൾക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. അതിനിടയിലുള്ള കുറേ ആൾക്കാരാണെങ്കിൽ അവരുടെ സക്കാത്തൊന്നും കിട്ടൂല. പിന്നെ 15-ൻ്റെ കിട്ടുമ്പോൾ ഒന്നായിട്ട് വലിയ ക്വാണ്ടിറ്റി കിട്ടും. പക്ഷേ കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുക നമ്മൾ വെള്ളിയുടേത് പരിഗണിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതാണ് വല്ലാഹു ആലം സൂക്ഷ്മതക്ക് നമ്മൾ എടുക്കാൻ നല്ലത്. അപ്പോൾ അത് വെച്ചാൽ ഇന്നത്തെ റേറ്റ് പ്രകാരം ഈ പറഞ്ഞതുപോലെ 1,75,000 ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ബാലൻസായി കിടക്കുന്നുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതൊരു വർഷം ആകുന്നുണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. കൊടുക്കുമ്പോൾ അത്ര തന്നെ വരുന്നുള്ളൂ. 5,000-ൻ്റെ താഴെ മാത്രമേ ഒരാൾക്ക് വരുന്നുള്ളൂ. ആ എമൗണ്ട് ഉള്ള ഒരാൾ 2 ലക്ഷം ഉള്ള ഒരാൾക്ക് ഒരു 5,000 ഉറുപ്പ്യ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതാണ് കറൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആകെ മനസ്സിലാക്കാനുള്ളത്. അത് കറൻസിയായി നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്. കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലുള്ളതാകട്ടെ ബാങ്കിലുള്ളതാകട്ടെ ഒക്കെ അതിൽ പെട്ടു. അതിനുശേഷം അടുത്തത് കച്ചവട വസ്തുക്കളുടെ സക്കാത്താണ്. ഇതാണ് നമുക്ക് വളരെ പ്രാധാന്യത്തോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കച്ചവടത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സമ്പത്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം. ഏതൊക്കെയാണ് കച്ചവട വസ്തുക്കൾ എന്ന് നമുക്കൊരു നിജപ്പെടുത്താൻ കഴിയില്ല. കാരണം ഓരോരുത്തരും ഓരോന്നാണ് കച്ചവടം ചെയ്യുക, ഓരോരുത്തരും ഓരോന്നാണ്. അപ്പോൾ ഹലാലായത് മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ശരി, എല്ലാ കച്ചവട വസ്തുക്കളും നീ അത് വിൽക്കാൻ ഉദ്ദേശിച്ചാൽ അത് കച്ചവട വസ്തുവായി, അത് മൃഗങ്ങളാകട്ടെ, ആടുമാട് ഒട്ടകങ്ങളാകട്ടെ, കൃഷി വസ്തുക്കളാകട്ടെ, അതുപോലെ വീടാകട്ടെ, കാറാകട്ടെ, അനാദിയാകട്ടെ, എന്താകട്ടെ കച്ചവട വസ്തുവാണ് എങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? സക്കാത്ത് അതിനുണ്ട്. എന്നാൽ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കാത്തതായ ഒന്നിനും സക്കാത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലൈസ അലൽ മുസ്ലിമി ഫി അബ്ദിഹി വലാ ഫറസിഹി സദഖ. ഒരു മുസ്ലിമിന് തൻ്റെ അടിമയിലോ കുതിരയിലോ സക്കാത്ത് നൽകേണ്ടതില്ല. അതാണ് ഉപയോഗിക്കുന്ന കാറിന് ഒരാൾ 1 കോടി രൂപയുടെ കാർ ഉപയോഗിച്ചാലും അതിന് സക്കാത്തില്ല. അതിന് ലക്ഷറി ടാക്സ് ചിലപ്പോൾ നാട്ടിൽ അടക്കേണ്ടി വരും, അതിൻ്റെതായ വ്യത്യാസങ്ങൾ. പക്ഷേ ദീനിൽ എന്തില്ല? അതിന് സക്കാത്തില്ല. സക്കാത്ത്
അതിനില്ല. അങ്ങനെയുള്ള ഉപയോഗ വസ്തുക്കൾക്ക് വീടാകട്ടെ പറമ്പാകട്ടെ ഒന്നിനുമില്ല. ഇതൊക്കെ നീ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്താൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ കച്ചവട വസ്തുക്കൾക്ക് നിർബന്ധമാണ് എന്നുള്ളത് 4 മദ്ഹബുകളിലും ഏക അഭിപ്രായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇവിടെ സഹാബികളൊക്കെ ഒരുപാട് ഫത്വകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കച്ചവട വസ്തുക്കൾക്ക് സക്കാത്ത് നിർബന്ധമാകാനുള്ള ചില നിബന്ധനകളുണ്ട്. അത് ശരിക്ക് മനസ്സിലാക്കണം. കച്ചവട വസ്തുക്കൾ എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്? ഒന്ന്, വസ്തു ഉടമപ്പെടുത്തുമ്പോൾ കച്ചവടം ചെയ്യാനുള്ള നിയ്യത്തുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ സക്കാത്ത് ബാധ്യമാവുള്ളൂ. ഇപ്പോൾ ഒരാളൊരു വീട്, ഒരു സ്ഥലം ഞാൻ വാങ്ങി. സ്ഥലം വാങ്ങിയപ്പോൾ എനിക്കത് ഒന്നൊരു നിയ്യത്തില്ല, അത് വിൽക്കണമെന്നും നിയ്യത്തില്ല, അതേപോലെ തന്നെ വീട് എടുക്കണമെന്നും നിയ്യത്തില്ല. ഒരു വില കുറഞ്ഞു കണ്ടപ്പോൾ ഞാൻ വാങ്ങി. അപ്പോൾ അതിന് സക്കാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ നിസാബ് എത്തിയ സ്ഥലം തന്നെ ആയിരിക്കും. മിക്ക സ്ഥലം വാങ്ങുമ്പോൾ അത്യാവശ്യം ഒരു വിലയുള്ള, നമ്മൾ 20 ലക്ഷം റുപ്യേൻ്റെ ഒരു സ്ഥലം ഞാൻ വാങ്ങി എന്ന് വിചാരിക്കുക. എന്തായാലും സ്വർണ്ണത്തിൻ്റെ വെച്ച് നോക്കിയാലും ഒക്കെ നിസാബ് എത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ വാങ്ങുമ്പോൾ ഒരു ധാരണ ഇല്ല. വില കിട്ടിയപ്പോൾ 20 ലക്ഷത്തിൻ്റെ ഒരു 10 സെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങിയതാണ്. എനിക്ക് പ്രത്യേകിച്ച് ധാരണ ഒന്നുമില്ല. അവിടെ വീടെടുക്കണമെന്ന് ചിന്തിക്കാൻ, വീടെടുക്കേണ്ട പൈസ ഇല്ല, എന്നത് വിൽക്കണമെന്ന് മറിച്ചു കൊടുക്കാൻ അങ്ങനെയും ചിന്തയില്ല. അങ്ങനെ വാങ്ങിയതാണ് എങ്കിൽ അതിന് സക്കാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം അവിടെ ഒന്നാമത്തെ നിബന്ധന, വസ്തു ഉടമപ്പെടുത്തുമ്പോൾ കച്ചവടം ചെയ്യാനുള്ള നിയ്യത്തുണ്ടാകണം. എന്ന് വെച്ചാൽ ഒരു റിയൽ എസ്റ്റേറ്റുകാരനാണ്, അയാൾ 10 ലക്ഷം 10 സെൻറ്റ് വാങ്ങുന്നത് തന്നെ എന്തിനാണ്? അത് 20 ലക്ഷം ഉള്ളത് 30 ലക്ഷം ആക്കിയിട്ട് മറിക്കാനാണ്. 3 സെൻറ്റിന് 3 ലക്ഷം ആക്കിയിട്ട് മറിക്കാനാണ് അയാൾ ഉദ്ദേശം. എങ്കിൽ അയാളുടെ ആ വാങ്ങിയ അന്ന് മുതൽ അയാളുടെ എന്തെത്തിയിട്ടുണ്ട്? നിസാബ് എത്തിയിട്ടുണ്ട്. അതൊരു ഹൗലാവാൻ കാത്തുക്കേ വേണ്ടുള്ളൂ. ഹൗലാവാൻ കാത്തുക്കേ വേണ്ടു. അന്ന് വെക്കാത്തില്ല, വാങ്ങിയ അന്ന് തന്നെ വെക്കാത്തില്ല, ഹൗലായി. അപ്പോൾ ഈ റമദാൻ 8-ന് ഞാനൊരു 20 ലക്ഷം കൊടുത്തിട്ട് 10 സെൻറ്റ് വാങ്ങി, വിൽക്കാനാണ് വാങ്ങിയത്. 30 ലക്ഷത്തിനാണ് മാർക്കറ്റാക്കി പ്രതീക്ഷിക്കുന്ന ആൾ വിൽക്കുന്നത്. എങ്കിൽ അത് 30 ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ള ഒരു സ്ഥലമാണത്. സെൻറ്റിന് 3 ലക്ഷമുള്ള ഒരു സ്ഥലമാണത്. അടുത്ത റമദാൻ 8ആയിട്ടും ഇത് വിറ്റുപോയിട്ടില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് പാർട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത റമദാൻ 8 ഈ 30 ലക്ഷം അന്നത്തെ വാല്യൂ ആണ് നോക്കുക. ഇന്ന് ചിലപ്പോൾ അത് 30 ലക്ഷം ആയിരിക്കും, ചിലപ്പോൾ അന്ന് ഒന്നുകൂടി കൂടി 40 ലക്ഷത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി കുറഞ്ഞു അത് 15 ലക്ഷത്തിലേക്ക് എത്തി. എന്തായാലും ശരി, അന്നത്തെ വാല്യൂവിൽ അന്ന് നാട്ടിൽ പൊതുവെ ഈ സ്ഥലത്തിന് എത്രയാണോ വില എന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ 2.5% ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? സക്കാത്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ ആദ്യത്തെ ആൾ ഞാൻ പറഞ്ഞത്, അയാൾ സ്ഥലം വാങ്ങിയിട്ടേ ഉള്ളൂ, അയാൾക്കൊരു ഉദ്ദേശമില്ല, വീട് കെട്ടണമെന്നില്ല, വിൽക്കണമെന്നില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ വീട് എടുക്കാം എന്ന ഉദ്ദേശമാണ് അയാൾക്കുള്ളൂ, വീട് എടുക്കാമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. എങ്കിൽ അയാൾക്ക് എന്തില്ല? സക്കാത്ത് ഇല്ല എന്നാണ്. അത് മനസ്സിലാക്കാം. ഇനി ഇതേ കാര്യം തന്നെ ഹൗല് മുറിയുകയും ചെയ്യും. അപ്പോൾ ഒരാൾ വാങ്ങിയത് എന്തുദ്ദേശത്തിലാണ്? വിൽക്കണം എന്ന ഉദ്ദേശത്തിലാണ് വാങ്ങിയത്. ഈ പറഞ്ഞ പോലെ 30 ലക്ഷത്തിന് വിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങിയത്. പക്ഷെ സ്വാഭാവികമായിട്ട് തന്ത്രമൊന്നുമല്ല, അടുത്ത റമദാനായിട്ടില്ല, ഷാബാനായപ്പോൾ അയാൾ വിചാരിച്ചു, ഇതിന് വിൽക്കണ്ട, ഞാൻ തന്നെ ഇവിടെ വീട് വെച്ചാൽ പോരെ, എൻ്റെ വീട് ഇവിടെ വെക്കുകയാണ് നല്ലത് എന്ന് വിചാരിച്ച ആൾ നീയത്ത് അങ്ങ് മാറ്റി. ആ നീയത്തിലാണ് കാര്യം. അയാൾ നീയത്ത് മാറ്റി, ഞാനിത് വിൽക്കുന്നില്ല. അയാൾ പറഞ്ഞ ബ്രോക്കറോടും വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞു, ഇനി നോക്കണ്ട, ഞാൻ കൊടുക്കുന്നില്ല, ഇനി അവിടെ വല്ല പ്ലോട്ട് ഫോർ സെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതെടുത്ത് മാറ്റി. എന്തായാലും നീയത്ത് അയാൾ മനസ്സിലും അതിൻ്റെ പ്രവൃത്തിയും ഒക്കെ ചെയ്തു. എങ്കിൽ അയാളുടെ ആ ഹൗല് മുറിഞ്ഞു, അയാളുടെ ഹൗല് മുറിഞ്ഞു. ഇനി 1 മാസം കഴിയുമ്പോൾ തന്നെ സക്കാത്തില്ല. കാരണം 11ാമത്തെ മാസത്തിൽ തന്നെ അയാൾ തീരുമാനം മാറ്റിയിട്ടുണ്ട്. കച്ചവടം എന്നുള്ളത് മാറ്റി എന്താക്കി? അത് ഞാനിനി സ്വയം വിൽക്കാം, സ്വയം വീട് വെക്കാം എന്ന തീരുമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൗല് മുറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എന്താവാൻ പാടില്ല? തന്ത്രാവാൻ പാടില്ല. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ഇടുക. അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തന്ത്രത്തിൽ 12ാം മാസം ആകുമ്പോൾ തന്നെ ആ തീരുമാനം മാറ്റി എന്ന് പറയാം. എന്നിട്ട് 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഇത് വിൽപ്പനക്ക് എന്ന് പറഞ്ഞിട്ട് തീരുമാനം മാറ്റി, അങ്ങനെ ചെയ്യരുത്. ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാകും. വിൽക്കാൻ വിചാരിച്ച സാധനം തന്നെ ചിലപ്പോൾ ഇത് എനിക്ക് തന്നെ എടുത്താൽ എന്താ, തിരക്കേടില്ലല്ലോ എന്നൊരു തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കാം. വേറെ ആരെയും വന്ന് ഉപദേശിച്ചു, ഈ എന്തിനും ഇത് വിൽക്കാൻ നിൽക്കണം, ഇങ്ങനത്തെ സ്ഥലം എനിക്ക് കിട്ടൂല, നീ എന്നെ ഇത് വീട് വെച്ചോളൂ, എന്നാൽ അപ്പം ഞാൻ വീട് വെക്കാം, തീരുമാനം മാറ്റി. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് ആ ഹൗല് മുറിഞ്ഞു. 11ാം മാസത്തിലും ഹൗല് മുറിയും, 11ാം മാസത്തിലും ഹൗല് മുറിയും. ഇനി അതേപോലെ തന്നെ ഹൗല് തുടങ്ങുന്നതും അങ്ങനെയാണ്. നീ വാങ്ങി 5 മാസം നീ ഒന്നും തീരുമാനമായില്ല, 6ാം മാസത്തിൽ ഇത് വിൽക്കണം എന്ന് തീരുമാനമായി, അപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്തു, അപ്പം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 6ാം മാസം, അടുത്ത 6ാം മാസത്തിലേക്ക് വരുമ്പോൾ അതിന് സക്കാത്ത് വരും. അതാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് നിസാബത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വസ്തു നിസാബത്തണം. ഒരുവിധ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നിസാബെത്തും. കാരണം നമ്മൾ വെള്ളിയുടേത് എടുക്കാമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം 1,75,000 കുറഞ്ഞൊരു പ്രോപ്പർട്ടി, ഒരു വസ്തു മാത്രം വിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ചെറിയൊരു കടയാണ്, മുറുക്കും അങ്ങനത്തെ വസ്തുക്കൾ മാത്രം വിൽക്കുന്ന ഒരു മുറുക്കാൻ കട എന്നൊക്കെ പറയുന്ന പോലത്തെ കടയാണ് എങ്കിൽ ചിലപ്പോൾ അയാളുടെ വാല്യൂ നോക്കി 1 ലക്ഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് അയാളുടെ കടക്ക് ആ കച്ചവട വസ്തുക്കൾക്ക് സക്കാത്തില്ല. കാരണം നിസാബില്ലാത്ത അയാൾ ആകെ വിൽക്കുന്നത് 2 നേന്ത്രക്കൊലയും
മുറുക്കും കുറച്ച് കട്ടൻ ചായയും ഇങ്ങനെയൊക്കെ മാത്രം വെക്കുന്ന ഒരു കടയാണെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ട് സക്കാത്തൊന്നും വരില്ല. അയാൾ എന്ത് സ്റ്റോക്ക് എടുത്താലും ഇപ്പോൾ 1 ലക്ഷം ഉറുപ്പിൻ്റെ മുതലൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ച് വരില്ല. നോർമലി നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയൊരു കട ആണെങ്കിലും 1,75,000 മേലെ സ്റ്റോക്കൊക്കെ അവിടെ ഉണ്ടാവും നോർമലി. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നിസാബ് എത്തുക എന്ന് പറയുന്ന കാര്യം ഉണ്ട്. അത് നമ്മൾ പറഞ്ഞതുപോലെ വെള്ളിയിലാണോ സ്വർണ്ണത്തിലാണോ ആ അഭിപ്രായ വ്യത്യാസം പിന്നെയും നിലനിൽക്കും. നമ്മൾ പറഞ്ഞ് വെള്ളിയിലേക്ക് നമുക്ക് എടുക്കാം. കാരണം കറൻസീൻ്റെ അതേ കാര്യം തന്നെയാണ് ഇതിലേക്കും എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഹൗല് തികയുക നമ്മൾ പറഞ്ഞു, എത്തിയതിന് ശേഷം ഹൗല് തികയേണ്ടതുണ്ട് എന്നാണ്. ഇനി എങ്ങനെയാണ് കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് കണക്കൂട്ടുക എന്നാണ് ഇനി പ്രധാനമായ ചോദ്യം. ഇവിടെ നമ്മൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ അവർക്ക് ടോട്ടൽ സ്റ്റോക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പഴയ കാലത്താണെങ്കിൽ എന്തൊക്കെയാണ് കടയിലുള്ളതെന്ന് മുതലാളിക്ക് തന്നെ അറിയണ്ടാവില്ല. അത്രയും സാധനങ്ങൾ കുത്തി നിറച്ചുണ്ടാവും. ഇന്ന് ഏതാണ്ട് ആളുകൾ അത് ഡിജിറ്റലൈസ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗോഡൗണിൽ എന്തൊക്കെയാണ് വസ്തുക്കളുള്ളത് എന്ന് നോക്കുക. ഇപ്പോൾ ഗോഡൗൺ ആണെങ്കിൽ ഗോഡൗൺ, ഇനി അതല്ല ഒരു മറ്റേ അനാദി കടയാണെങ്കിൽ ആ കട, സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, അവിടെ എന്ത് ചെയ്യണം, അവിടെയുള്ള മൊത്തം സാധനങ്ങൾ നമ്മൾ കണക്കൂട്ടണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയ ഹോൾസെയിൽ പ്രൈസ് അല്ല നോക്കേണ്ടത്, നമ്മളിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് നോക്കേണ്ടത്. അപ്പോൾ ഓരോ വസ്തുവും എടുത്തെടുത്ത് നോക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ നമുക്കൊരു മാർക്കറ്റിൽ ഏകദേശം ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ടാവും. നമ്മൾ ഏകദേശം വസ്തുക്കൾ നമ്മളൊരു 20% പ്രോഫിറ്റിലാണ് വിൽക്കുക, അല്ലെങ്കിൽ 10% പ്രോഫിറ്റിലാണ് വിൽക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർ വലിയ പ്രോഫിറ്റിലൊക്കെ വെക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. അപ്പം അത്രയൊക്കെ വിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അപ്പം അവരുടെ അടുത്ത് കുറേ 100 ml വാങ്ങി വെച്ചിട്ടുണ്ടാകും. വാങ്ങിയതിനേക്കാൾ നല്ല പെർസെൻറ്റേജിലായിരിക്കും അവർ വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഏകദേശം കണക്ക് കൂട്ടും. ഒരു ഇത്ര കുപ്പിയിൽ ഇത്ര ഞാൻ വാങ്ങി വെച്ച വസ്തുക്കൾ അത് 2 ലക്ഷത്തിൻ്റെ. പക്ഷേ ഇത് ഏകദേശം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നത് ഒരു 3.5 ലക്ഷം 4 ലക്ഷമൊക്കെയാണ്. ഞാൻ ഉദാഹരണം പറയണം കേട്ടോ. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വർഷാവർഷം നമ്മൾ സ്റ്റോക്കിൽ ഇത്ര ആണ് അതിൻ്റെ വാല്യൂഷൻ വരുന്നത് എന്ന് ഏകദേശം നമ്മൾ സൂക്ഷ്മത വെച്ച് കണക്ക് കൂട്ടുക. ഇനിയിപ്പോൾ ഒരു അനാദി കടയാണെങ്കിൽ നമ്മളങ്ങനെ പല വസ്തുക്കളുണ്ടാകും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ തന്നെ നമ്മുടെ കയ്യിൽ അരി എത്ര ഉണ്ട്, നമ്മളതിൽ പഞ്ചസാര എത്ര ഉണ്ട്, ഇന്ന സാധനം എത്ര ഉണ്ട്, കൃത്യമായിട്ട് നമ്മൾ മൊത്തം സ്റ്റോക്കുകൾ അവിടെ കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൊത്തം കിട്ടിയപ്പോൾ 1 ലക്ഷമാണ്, അപ്പോൾ 20% ആണ്, അപ്പോൾ 1.20 നമ്മുടെ അടുത്ത് വാല്യൂ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്. ഇനി സെല്ലിംഗ് പ്രൈസ് തന്നെ ചിലപ്പോൾ സാധനങ്ങൾക്ക് ഇടിവ് വരുമ്പോൾ മാറ്റമൊക്കെ ഉണ്ടാവും. അന്ന് വാങ്ങി എന്നുള്ള വിലനേക്കാളും, അതായത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത വിലനേക്കാളും താഴേക്ക് പോകുന്ന ചില വസ്തുക്കളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 100 രൂപയ്ക്കാണ് വാങ്ങിയത്, നമ്മൾ 120 വിൽക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് സക്കാത്ത് കൊടുക്കേണ്ട സമയമായപ്പോൾ അതിന് 80 ആയിട്ടുണ്ടാവും. അപ്പോൾ 80ൻ്റെ കണക്കേ കൂട്ടേണ്ടുള്ളൂ, അതിന് 80ൻ്റെ വാല്യൂ ഉള്ളൂ, അതിന് 80ൻ്റെ വാല്യൂ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലുണ്ടായി. അപ്പോൾ 100 രൂപയുടെ ഒരു 1000 പ്രൊഡക്റ്റ് ഒരാളെടുത്തുണ്ട്, 1 ലക്ഷമായി അതിൻ്റെ വില. അയാളതൊരു 120 വിൽക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞ് 80 അതിൻ്റെ വാല്യൂ ഉള്ളൂ, 80 റുപ്യ കിട്ടുള്ളൂ വിറ്റാൽ. അങ്ങനെ അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. അതിലടുത്ത് എത്രയാണോ പ്രൊഡക്റ്റ് ബാക്കിയുള്ളത് ഇൻറ്റു 80 കൂട്ടിയാൽ മതി. കാരണം ഒന്നിനിപ്പോൾ 80 കിട്ടുള്ളൂ. അതിനിപ്പോൾ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് കൂട്ടിയാൽ മതി, റീറ്റെയിലായിട്ട് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ റീറ്റെയിൽ റേറ്റാണ് കൂട്ടേണ്ടത്. ഇനി മിക്സ് ഉണ്ടെങ്കിൽ അവർ ഏകദേശം കണക്ക് നമുക്ക് എത്രത്തോളം പെർസെൻറ്റേജ് കച്ചവടം ഹോൾസെയിലായിട്ട് പോകുന്നുണ്ട്, എത്ര റീറ്റെയിലായിട്ട് പോകുന്നുണ്ട്, ഏകദേശം കണക്ക് വെച്ചിട്ടാണ് സഹോദരങ്ങളെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ പ്രഥമമായ കാര്യം നമ്മുടെ അടുത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി സൂക്ഷ്മതൊക്കെ നമുക്കിപ്പോൾ എല്ലാം നോക്കി പറ്റുന്നില്ല, കുറച്ച് അധികം എടുക്കുക. നമ്മളൊന്നും കുറഞ്ഞു പോകേണ്ടതില്ല, കുറച്ച് അധികം എടുക്കുക. കാരണം അധികം എടുത്ത് അത്രയും പൈസ സക്കാത്തിലേക്കൊന്നും പോകുന്നില്ല. 2% ചെറിയ എന്തെങ്കിലും അതിലൊന്നും ആർക്കും ബേജാറ് വേണ്ട. ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ പ്രോഡക്റ്റ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ മനസ്സിലാകുന്നില്ല 1 ലക്ഷം ഉണ്ടോ, പോട്ടെ 1.5 ലക്ഷം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ 1250 റുപ്യ കൂടുന്നുള്ളൂ, മനസ്സിലാക്കണം. 1 ലക്ഷത്തിൻ്റെ 2% എന്ന് പറഞ്ഞാൽ 2500 ആണ്, 50,000ത്തിൻ്റെ 1250. അപ്പോൾ നമുക്കൊരു സംശയമാണ്. പക്ഷെ കുറച്ച് വലിയ എമൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ അവർ കൃത്യമായി നോക്കട്ടെ. ഇനി അതല്ല ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒരു അല്പം ഒന്ന് കൂട്ടി കണക്കാക്കിയാൽ മതി. കാരണം ഇത് എവിടേക്കാണ് ഇത് പോകുന്നത്? ഇത് സാധുക്കളായ ആളുകൾക്ക് അവരുടെ കണ്ണീരൊപ്പാനും അവരുടെ പ്രയാസങ്ങൾ നീങ്ങാനും അവരുടെ ചികിത്സക്കും അങ്ങനെ സാധുക്കളുടെ പ്രഥമമായ ആവശ്യങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ ആ കാര്യം ചിന്തിച്ചാൽ മതി. ഇതിന് കുറച്ചധികം കിട്ടിയാൽ പോലും ഇത് സാധുക്കൾക്കാണ് കിട്ടുന്നത്. അവരുടെ ആവശ്യങ്ങൾ അത് വീടും, അതിലൂടെ എനിക്ക് പ്രതിഫലവും കിട്ടുന്നുണ്ട്. നിർബന്ധ ബാധ്യത എന്ന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു, അള്ളാഹു പകരം അവർക്ക് നൽകും. അള്ളാഹു പറഞ്ഞു അവരുടെ സക്കാത്ത് കൊടുത്തത് കൊണ്ട് അവരുടെ സമ്പത്തിലൊന്നും കുറവ് വരികയില്ല. മലക്കുകൾ രാവിലെ വന്ന് ദുആ ചെയ്യും. സക്കാത്തും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ എല്ലാ നിലക്കും ഹൈറാണ്. അതുപോലെ തന്നെ നല്ല മനസ്സോടുകൂടിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ നമ്മൾ പ്രയാസം ഒരിക്കലും വിചാരിക്കാൻ പാടില്ല.
ഇത്രയൊക്കെ പോയല്ലേ, സക്കാത്തിൻ്റെ എമൗണ്ട് ഇത്ര പോയി എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് മറ്റു പല എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് ആ ചിന്ത ഉണ്ടായിക്കോട്ടെ, പക്ഷെ സക്കാത്ത് കണക്ക് കൂട്ടിയിട്ട് ഇപ്പോൾ 1 കോടിയിൽ ഇത്ര സക്കാത്ത് കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്കിത് മുഴുവൻ നൽകിയത്. അപ്പം അള്ളാഹു താല നൽകിയതിൽ നിന്നും വളരെ കുറഞ്ഞൊരു എമൗണ്ട് മാത്രം അള്ളാഹു ആവശ്യപ്പെടുന്നു. അത് തന്നെ അവന് വേണ്ടിയിട്ടല്ല, മറിച്ച് പടപ്പുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. എന്നിട്ടോ അള്ളാഹു പകരം ദുനിയാവിൽ തന്നെ നമുക്ക് ബറക്കത്ത് നൽകുന്നു. നാളെ പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്വർഗം അള്ളാഹു അതിന് പകരം നൽകുന്നു. അപ്പോൾ ആ നിലക്ക് സഹോദരങ്ങളെ കണക്കാക്കാം. ഇനി നമ്മൾ ഇതിൽ കൂടെ പറയേണ്ടത്, നമ്മളൊരു സ്റ്റോക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആണ് എങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് സൂപ്പർ മാർക്കറ്റ് ആണ് എങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത മുഴുവൻ പൈസക്ക് നമുക്ക് സക്കാത്ത് വരില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് പല നിലക്ക് പോകും. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രമായിരിക്കില്ല ഉണ്ടാവുക, മറിച്ച് അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പല പൈസ പോകും. ഉദാഹരണത്തിന് ഒരുപാട് റാക്കുകൾ നമുക്ക് അടിക്കണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഒരുപാട് റാക്കുകൾ ഉണ്ടാവും, അതുപോലെ AC വെക്കേണ്ടി വരും, സീലിംഗ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊരു കണക്ക് ഏകദേശം ഉണ്ടാവേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ കടയിലുള്ള എല്ലാത്തിൻ്റെയും പൈസ കൂട്ടേണ്ടതില്ല. കടയിൽ ചിലപ്പോൾ വില കൂടിയ കമ്പ്യൂട്ടർ ഉണ്ടാവാം, ടേബിൾ ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് റാക്കുകൾ ഉണ്ടാകാം. അതൊക്കെ നമ്മൾ വിറ്റാവാണേ പൈസ കിട്ടും, പക്ഷെ നമ്മൾ വിൽപ്പന വസ്തു അല്ല അത്. വിറ്റാവാണേ പൈസ കിട്ടും. ഇപ്പോൾ കമ്പ്യൂട്ടർ വിറ്റാലും പൈസ കിട്ടും, AC വിറ്റാലും പൈസ കിട്ടും, പക്ഷെ അത് നമ്മൾ വിൽക്കാൻ വെച്ച വസ്തുക്കളല്ല. അപ്പം അതൊന്നും നമ്മൾ കണക്കൂട്ടേണ്ടതില്ല. നമ്മൾ വിൽക്കുന്ന മാറി വരുന്ന ആ പ്രൊഡക്റ്റുകൾ മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി കച്ചവടത്തിലൊക്കെ ഒരു കടയുടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽപ്പെട്ട എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അത് മതിയായതാണ്. ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 4-5 ആൾക്കാർ കൂടിയിട്ടുള്ള കച്ചവടമാണെങ്കിൽ, സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ, ആ സൂപ്പർ മാർക്കറ്റിന് സക്കാത്ത് കൊടുത്താൽ അവിടുന്നുള്ള നമ്മുടെ കാര്യം അവിടെ തീർന്നു. അതിനങ്ങനെ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണലി എത്ര അവിടെ വാല്യൂ ഉണ്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ പേഴ്സണലി കണക്കൂട്ടിയപ്പോൾ 50 ലക്ഷത്തിൻ്റെ വാല്യൂ ആണ്. നമ്മൾ 5-ൽ നമ്മൾ 10 ലക്ഷത്തിൻ്റെ ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു 10 ലക്ഷം അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ മറ്റ് കണക്ക്, വേറെ കണക്ക്, ആ കണക്ക് അതിൽ നമ്മൾ ഇതും കൂടി കൂട്ടണം. ഇനി അതല്ലെങ്കിൽ ആ 50 ലക്ഷത്തിൻ്റെ ആ സക്കാത്ത് ഒന്നായിട്ട് അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ ഒരാൾ ഏറ്റെടുത്ത് അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കടയുടെ സക്കാത്ത് അങ്ങനെയായി. ആ രൂപത്തിൽ സഹോദരങ്ങളെ അത് വരുന്നതായിരിക്കും. ഇനി ഇവിടെ കച്ചവട വസ്തുക്കളുടെ കാര്യം പറയുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് കടവുമായി ബന്ധപ്പെട്ട സക്കാത്ത്. കടത്തിൻ്റെ സക്കാത്ത് ഉണ്ടാവും. കാരണം കച്ചവടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കടം ഉണ്ടാകുന്നത്. അപ്പോൾ കടത്തിൻ്റെ സക്കാത്ത് കിട്ടാനും കൊടുക്കാനും എല്ലാ കച്ചവടക്കാർക്കും ഉണ്ടാകും. ഇവിടെ പണ്ഡിതന്മാർ അതിന് ചുരുക്കി പറഞ്ഞ രൂപത്തിലുള്ള കാര്യം മാത്രം പറയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള സക്കാത്ത് പണമാണ് എങ്കിൽ, സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളത് കൊടുത്ത് വീട്ടുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മൾ സക്കാത്തിൻ്റെ ടോട്ടൽ വാല്യൂയിൽ അത് വരില്ല. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മളൊരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, നമ്മൾ മൊത്തം ഒരു 1.5 കോടി നമ്മൾ കണക്കാക്കി, ഒരു 10 ലക്ഷം നമ്മൾ കൊടുക്കാനുള്ളതാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും സക്കാത്തിൻ്റെ തീയതി എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അതങ്ങനെയുള്ള ചില അസറുകളുണ്ട്. സക്കാത്തിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ കടം കൊടുത്തു വിട്ടുക. അപ്പോൾ ആ സക്കാത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഫുള്ള് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക. ആരൊക്കെയാണ് നമ്മളെ ഡീലർമാർ, ആരൊക്കെയാണ് അവരുടെ കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ എമൗണ്ട് നമ്മുടെ മൊത്തം എമൗണ്ടിൽ കുറഞ്ഞിട്ടുണ്ടാകും, കൊടുക്കുന്നുണ്ടാകും. എന്നാൽ നമ്മളങ്ങനെ കൊടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിങ്ങനെ റൊട്ടേറ്റായിട്ട് മാസങ്ങൾ കൊണ്ട് അങ്ങനെ മാറി മാറി വരുന്നതാണ്. എല്ലാ മാസത്തിലും ചിലപ്പോൾ ലക്ഷങ്ങളുടെ കടം വരുന്ന ആൾക്കാരുണ്ടാവും വലിയ ഫേമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ കടം എന്ന് പറയുന്ന ഒരു കടമായിട്ട് കുറയ്ക്കേണ്ടിയൊന്നുമല്ല. കാരണം അത് അവരെപ്പോഴും ബെനിഫിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണത്. ആ കടം അവരെ കുറക്കേണ്ട കാര്യം. അപ്പോൾ അത് കുറക്കേണ്ട ആവശ്യമില്ല. അത് അവൻ്റെ കയ്യിലുള്ള അങ്ങനെ ഒരു കടമില്ലാത്തതുപോലെ തന്നെ അവൻ കണക്കാക്കണം. അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഇനി കിട്ടാനുള്ള കടമാണെങ്കിൽ അവിടെ പണ്ഡിതന്മാർ 2ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, കിട്ടുമെന്ന് ഉറപ്പുള്ള സമയം എത്തിയതാണ് എങ്കിൽ, അതായത് ഇപ്പോൾ ഈ മാസം കിട്ടേണ്ടതാണ്, കണക്ക് അങ്ങനെയാണ്, കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരാളുമാണ്, ഈ മാസം എത്തിയിട്ടുണ്ട് എങ്കിൽ, അത് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ പിന്നെ നമ്മൾ കടന്ന് പറയില്ല. ഇപ്പോൾ ഈ മാസം കിട്ടേണ്ടതാണ്, ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം എത്തിയിട്ടുണ്ട്, അയാൾ ഉറപ്പായിട്ട് തരുന്നൊരു മനുഷ്യനാണ്. അങ്ങനെയല്ല, അപ്പോൾ കച്ചവടത്തിലും അങ്ങനെ ഉണ്ടാവും. നമ്മൾ കൊടുത്ത പാർട്ടി കൃത്യമായിട്ട് നമുക്ക് മാസം ഇങ്ങനെ തരുന്നവരുണ്ടാകും, കൃത്യമായിട്ട് തരുന്നവരുണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ അത് നമുക്ക് കിട്ടിയതുപോലെ തന്നെ കണക്കാക്കുക. എന്നാൽ നമുക്കൊരു നിലക്കും പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ കട എത്തിയിട്ടുമില്ല, കിട്ടേണ്ടതിന് കുറേ കഴിഞ്ഞിട്ടാണ്, നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ഡേറ്റും വിട്ട് 5-8 മാസം കഴിഞ്ഞിട്ടൊക്കെ വരേണ്ട ഒരു കടമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് മാറ്റി നിർത്താം. അത് അടുത്തതിലേക്ക് വന്നോളും, അല്ലെങ്കിൽ നമുക്ക് തീരെ പ്രതീക്ഷയില്ല, പോയതുപോലെയാണ്, അതൊന്നും ഇനിയിപ്പോൾ പോയ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു കിട്ടൂല, അതൊന്നും നമ്മളെ പൈസയിൽ കണക്ക് കൂട്ടേണ്ടതില്ല. അതേപോലെ സമയം എത്താത്തതും നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. കാരണം അതിന് കിട്ടണമെങ്കിൽ കുറേ കഴിയണം, അപ്പോഴുള്ളൂ. അപ്പോൾ അടുത്ത സക്കാത്തിലേക്ക് വന്നോളും. അതല്ല എങ്കിൽ കിട്ടുന്ന ഉറപ്പുള്ള, അതേപോലെ സമയം എത്തിയതാണ് എങ്കിൽ നമുക്ക് കിട്ടിയതുപോലെ തന്നെ കണക്കാക്കുക.
കിട്ടിയതുപോലെ തന്നെ കണക്കാക്കാം. ഇതാണ് പണ്ഡിതന്മാർ അതിന് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഒരു കാര്യം. ഇനി സഹോദരങ്ങളെ, ഞാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്. കാലികളുടെയും കൃഷിയുടെയൊക്കെ സക്കാത്ത് ഞാൻ അവിടെ ഒഴിവാക്കുകയാണ്. അതൊക്കെ സക്കാത്തുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാം. സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കാണ് സക്കാത്തിൻ്റെ അർഹത ഉള്ളത്? ആ ആ അല്ലല്ല, തന്തറാവില്ല. അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അസർ വന്നിട്ടുണ്ട്. അതായത് സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള പേയ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യാം, കൊടുത്തൊഴിവാക്കാം. നമുക്ക് ആർക്കൊക്കെ പേയ്മെൻ്റ് ഉണ്ടോ, പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ റമദാൻ 8ആണ്. റമദാൻ 8ആവുന്നതിന് മുമ്പേ തന്നെ എന്ത് നമ്മൾ ആരൊക്കെ പേയ്മെൻറ്റുകൾ ബാക്കിയുണ്ടോ അതൊക്കെ തീർക്കാം. അത് ഈ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്, നമ്മൾ പേയ്മെൻറ്റുകൾ വേഗം തീർക്കുക എന്നുള്ളത്. അത് തീർത്തിട്ട് പിന്നെ ബാക്കി വരുന്നതിൽ മാത്രം സക്കാത്തുള്ളൂ. ഇനി അഥവാ പേയ്മെൻറ്റുകളൊക്കെ തീർന്ന് പോയപ്പോഴേക്കും സക്കാത്ത് വന്നിട്ടില്ലെങ്കിലോ? ഇല്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹിമുള്ളയെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാൻ ഉണ്ടാവാറില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം അത്രയും സദഖ കൊടുക്കും. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ പൈസക്ക് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് അവസാനത്ത് അദ്ദേഹത്തിന് ഹിസാബ് ഉണ്ടാവില്ല, അതിലേക്ക് താണുപോകും. അപ്പം അങ്ങനെ കൊടുക്കേണ്ടത് കൊടുത്തിട്ട് അത് നമ്മൾ വേറൊരു മോശം ഉദ്ദേശം അതിനില്ല. നമ്മളെ ബാധ്യതയാണ് അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിനും ഹൗല് തികയാണ്. നമ്മൾ ഹൗല് തികയാത്തത് പറഞ്ഞത് അത്രേ ഉള്ളൂ, ഹൗലായിട്ട് തന്നെ ഉള്ളൂ. പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് അത് ഓരോരുത്തരുടെ പേഴ്സൻറ്റേജ് എത്രയും നോക്കണം. ആ ഫേം ഒന്നായിട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമല്ല, നമ്മളെ പേഴ്സൻറ്റേജിൻ്റെതും അവിടെ വന്നിട്ടുണ്ടാവും. ഇനി ആ ഫേമിൽ ബാക്കിയുള്ളവരൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ പേഴ്സൻറ്റേജ് എത്രയാണ് എന്ന് നോക്കുക. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ എത്രയാണ്, ചെറിയതാണെങ്കിൽ പോലും നമുക്കൊരു പേഴ്സൻറ്റേജ് ഉണ്ട്. 1% നമ്മൾ എടുത്തതെങ്കിൽ നമുക്ക് അതിൻ്റെ എത്ര ഉണ്ട്, ടോട്ടലിൻ്റെ 1% എത്രയാണ് ഇപ്പം എൻ്റെ വാല്യൂ, അത് വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഇനി സക്കാത്തിൻ്റെ അവകാശികളെ കുറിച്ച് പറയാം, അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നമ സദഖാത്ത്, തീർച്ചയായും സക്കാത്ത്. സദഖാത്ത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഉപയോഗിച്ചത് നിർബന്ധമായ സക്കാത്തിനെ കുറിച്ചാണ്. ലിൽ ഫുഖറ, ഒന്ന് ദരിദ്രർക്കാണ്. വൽ മസാക്കീൻ, അഗതികളാണ്. അത് മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ ദരിദ്രർ അഗതികൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഫക്കീറിൻ്റെ ബഹുവചനമാണ് ഫുഖറ, മിസ്കീൻ്റെ ബഹുവചനമാണ് മസാക്കീൻ. ഫുഖറ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ദരിദ്രർ. അതായത് ചെലവാക്കാൻ, അതായത് മാസത്തിലുള്ള ചെലവിൻ്റെ, മാസത്തിൽ നിന്നല്ല ഒരാളുടെ ചെലവിൻ്റെ, നിത്യ ചെലവിൻ്റെ ആവട്ടെ പകുതി പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഫക്കീർ എന്ന കാറ്റഗറിയിലേക്ക് പെടുക. ഉദാഹരണത്തിന് മാസത്തിൽ ഒരാൾക്ക് 25,000 ചെലവുണ്ട്, ഒരു 10,000 മാത്രമേ അയാളുടെ കയ്യിൽ വരുന്നുള്ളൂ. അതായത് 12,500 പോലും അയാളുടെ കയ്യിലില്ല, അയാൾ ഫക്കീർ എന്നാണ് പറയാം. എന്നാൽ വേറൊരാൾക്ക് 20 വരെയൊക്കെ എത്തുന്നുണ്ട്, ബാക്കി 5 റുപ്യേൻ്റെ ഷോർട്ട് ഉണ്ട്, അയാളാണ് മിസ്കീൻ. എളുപ്പം പറയുകയാണെങ്കിൽ അതാണ് ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടും വെവ്വേറെ പറയുകയാണെങ്കിൽ രണ്ടും ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരെന്നാണ്. ഫക്കീറാണ് മിസ്കീനാണെന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരെന്ന് തന്നെയാണ്. രണ്ടുപേരും സക്കാത്തിന് അർഹരാണ്, ഈ രണ്ടാൾക്കാരാണ്. 3 വൽ ആമിലീന അലൈഹ, സക്കാത്തിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്കാത്ത് പിരിക്കാൻ ആൾക്കാരുണ്ടാവും 1, സക്കാത്തിനെ സ്റ്റോക്ക് ചെയ്യാൻ, അത് സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടാവും 2, 3 സക്കാത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, വിതരണം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഈ 3 ആളുകളും വൽ ആമിലീന അലൈഹ എന്നതിൽ പെടുന്നതാണ്. ഇതിൽ തന്നെ പണ്ഡിതന്മാർ പറയാണ്, ഇവർ ബൈത്തുൽ മാലിൽ നിന്നും സാലറി കൈപ്പറ്റുന്നവരാണ് എങ്കിൽ പിന്നീട് ഇവർക്ക് ഇതിൻ്റെ സക്കാത്തിൻ്റെ ഓഹരിയില്ല. എന്തിനാണ് ഇവർക്ക് സക്കാത്തിൻ്റെ ഓഹരി നിശ്ചയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി എല്ലാ സമയവും ഉണ്ടാവും. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റമദാനല്ല, ഓരോരുത്തരുടെ സക്കാത്തും ഓരോ ദിവസവും ഉണ്ടാവും. അത്രയും മനുഷ്യന്മാരുണ്ടാവും ഇസ്ലാമിക രാജ്യത്തിൽ. ഇവർക്ക് എന്തു തന്നെ ആയിരിക്കും പണി, ഓരോ നാട്ടിൽ പോവുക, നിങ്ങളെ സക്കാത്ത് എത്ര ഉണ്ട്, അവിടുത്തെ വാല്യുവേഷനൊക്കെ ചെയ്ത് അങ്ങനെയാണ് സക്കാത്ത് നോക്കുക. കാലികൾ എത്ര ഉണ്ട്, കണക്കല്ലേ, അതിന് സക്കാത്ത് എടുക്കണം, ഇങ്ങനെ അത് സ്റ്റോക്ക് ചെയ്യണം. ഈ പണിയാണ് ഇവർക്കുണ്ടാവും, അവർ വേറെ പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ സ്വത്തൊക്കെ ഉടമകളാണെങ്കിൽ പോലും, സ്വത്തൊക്കെ ഉള്ള ആൾക്കാരാണ്, ദരിദ്രരൊന്നുമല്ല, മിസ്കീനൊന്നും അല്ലെങ്കിൽ പോലും ഇവർക്ക് സക്കാത്തിൻ്റെ ഒരു ഓഹരി ഉണ്ട്, കൊടുക്കണം എന്നാണ്. എന്നാൽ ഇവർ സാലറി വാങ്ങുന്നവരാണെങ്കിൽ ഇവർക്ക് എന്തില്ല, സക്കാത്തിൽ നിന്ന് കൊടുക്കൂല എന്നാണ് പറയുന്നത്. 4-ാമത്തത് വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, അതായത് മനസ്സുകൾ ഇസ്ലാമുമായി ഇണക്കപ്പെട്ട ആളുകൾ. ഇവിടെയും ഒരുപാട് വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടാവും, അതായത് സാധുക്കളാണ്, അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്തിൽ നിന്ന് ഓഹരിയൊക്കെ കൊടുത്തതിന് അവർ ഇസ്ലാമിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്, അവർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും പുതുമുസ്ലിമീങ്ങളായ ആൾക്കാരാണ്, അവർക്ക് സക്കാത്തിൽ നിന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്, കൊടുക്കാം. ഇതേ ഇനത്തിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നതാണ്, ഒരു നാട്ടിൽ മുസ്ലിമീങ്ങളല്ല, മുസ്ലിങ്ങളാണ്, പക്ഷെ അവരുടെ ഷർറ് ഭയങ്കരമാണ്, മുസ്ലിങ്ങൾക്ക് വലിയ ഷർറ് ഉണ്ടാവും, ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സക്കാത്തിൻ്റെ ഓഹരി എന്ന് കൊടുത്തിട്ട് അവരുടെ ഷർറ് അവിടെ കുറക്കാൻ സാധിക്കുമെങ്കിൽ അതിലും കൊടുക്കാം എന്ന്
പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പം അത് ഇണക്കം വരുന്ന ആൾക്കാരെ മാത്രമല്ല, ഷർറിന് തടയാൻ പോലും എന്ത് ചെയ്യാം, ഇസ്ലാമിൻ്റെ സമ്പത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതൊക്കെ ഹിക്മത്താണ് ദീനിൻ്റെ. ചില സ്ഥലത്ത് ചില ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് മതിയാകുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതായത് സക്കാത്തിൽ നിന്ന് തന്നെയല്ല, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഷർറുകളില്ല എങ്കിൽ ആ നാട്ടിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെപ്പോഴും ഒരു നല്ല രീതിയിൽ നിർത്തുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യമാണ്. അടുത്തത് പറഞ്ഞത് വഫിർ റിഖാബ്. റിഖാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അത് വരുന്നില്ല. വൽ ഗാരിമീൻ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, അതായത് കടത്തിൽ മുങ്ങിപ്പോയ ആൾക്കാർ. വഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഇതിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ചിലർ ഈ ഫീ സബീലില്ല എന്ന് പറയുന്നത് നിരുപാധികം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയത് കാണാം. എന്നാൽ വല്ലാഹു അലം പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്, ജിഹാദുൻ ഫീ സബീലില്ല. കാരണം പൊതുവെ ഫീ സബീലില്ല എന്ന് ഉപയോഗിക്കുന്നത് മുഴുവനും ഖുർആനിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളികൾക്കാണ്. അപ്പം അവർക്ക് വേണ്ട സക്കാത്ത് കൊടുക്കാം എന്നാണ്. അതേപോലെ വബ്നി സബീൽ. വബ്നി സബീൽ എന്ന് പറഞ്ഞാൽ വൈബോക്കൻ എന്ന് വെച്ചാൽ ഒരു യാത്ര, സമ്പത്തൊക്കെ വീട്ടിലൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ഒരു യാത്രയിൽ പകുതി വെച്ചിട്ട് കൊള്ളയടിക്കപ്പെടുകയോ അല്ലെങ്കിൽ സമ്പത്ത് തീർന്നു പോവുകയോ ചെയ്ത് വഴിപോക്കനായി അവിടെ യാത്ര സ്റ്റോപ്പായി പോയി. അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന അത്രയും പണം ഒരുപാട് കൊടുക്കാമെന്ന്, തിരിച്ച് നാട്ടിലേക്ക് എത്താൻ എത്രയാണ് അയാൾക്ക് ആവശ്യമുള്ളത് അത്രയും കൊടുക്കാമെന്നാണ് ചില പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ പറഞ്ഞത്. ഇന്ന് ATM മറ്റു പല സൗകര്യങ്ങളുള്ളത് കൊണ്ട് അയാൾക്ക് ആർക്കെങ്കിലും അയാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനും മറ്റുമൊക്കെ പറ്റുന്നത് കൊണ്ട് ഇന്ന് അതിന് കൊടുക്കാൻ മെനക്കേടേണ്ടതില്ല എന്നാണ് പറയുന്നത്. പഴയ കാലത്ത് എന്നാൽ അങ്ങനെയല്ല. ചിലപ്പോൾ നാട്ടിൽ വലിയ പ്രമാണിയായിരിക്കും, യാത്രയിൽ ഒട്ടകപ്പുറത്തൊക്കെ വലിയ പ്രമാണിയായി വന്നായിരിക്കും, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പോയി പൈസയൊന്നുമില്ല, ഒന്നുമില്ലാതായിപ്പോവും. അപ്പോൾ അയാൾ നാട്ടിൽ ഫക്കീറല്ലല്ലോ മിസ്കീനല്ലല്ലോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ എത്ര ധനികനാണെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്താനുള്ള പണം നമ്മൾ കൊടുക്കുക. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ അക്കൗണ്ടൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒരാൾ സാധുവായി വന്നാണെങ്കിൽ സക്കാത്തിൻ്റെ പൈസ തന്നെ അയാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളത്. എന്നും അങ്ങനെ യാചനയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ 8 വിഭാഗമാണ്. ഫരീദത്തൻ മിനല്ലാഹ്, അള്ളാഹു നിർബന്ധമായി നിശ്ചയിച്ചതത്രേ. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്ന ഹക്കീമായ യുക്തിമാനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗങ്ങളിലാണ് പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ പൊതുവേ നമുക്കിതിൽ ഏറ്റവും ആവശ്യം ഉണ്ടാകുന്നത് ഈ ഫക്കീറാണോ മിസ്കീനാണോ എന്നുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. നമ്മൾ ഈ നോക്കുക, ഇയാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇയാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി ഇങ്ങനെ നോക്കുക. ദീനുൽ ഇസ്ലാമിൽ ഒരാളെ ഖനിയായി പരിഗണിക്കുന്നത് അയാൾ വലിയ സമ്പാദ്യം ഉണ്ടാവണ്ട, അയാളുടെ ചെലവ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾ ഖനിയാണെന്നാണ് ഈ സക്കാത്തിൻ്റെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ മാസത്തെ ചെലവ് 25,000 അൽഹംദുലില്ലാഹ് 25,000 എൻ്റെ കയ്യിലുണ്ട്. എല്ലാ മാസവും ഒരാളോട് ചോദിക്കാതെ എനിക്ക് കൃത്യമായി പൂർത്തിയാക്കിയാൻ പറ്റിയാൽ ദീനുൽ ഇസ്ലാം സക്കാത്തിൻ്റെ അധ്യായത്തിൽ അയാൾ ഖനിയാണ്, അയാൾ ദരിദ്രനല്ല, അയാൾ ഫക്കീറല്ല. ഇനി ഫക്കീറോ മിസ്കീനോ ആണ് നാം നേരത്തെ പറഞ്ഞതുപോലെ പകുതിയെങ്കിലും ഉണ്ടെങ്കിൽ മിസ്കീൻ, പകുതിയില്ലെങ്കിൽ ഫക്കീർ എന്ന രൂപത്തിലേക്ക് പോകും. അപ്പോൾ ഖനിയായ മാസത്തിൽ കൃത്യമായി ചിലവൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സക്കാത്ത് മറ്റു കൊടുക്കണ്ട. സ്വതക്കയുടെ ബാബ്, അതായത് അതല്ലാത്തത് നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാവുന്നതാണ്. സ്വതക്കയുടെ മറ്റു ബാബുകൾ കൊടുക്കാവുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ മാസത്തിൽ കൃത്യമായി ചിലവ് പോകുന്ന ഒരാൾ പെട്ടെന്നൊരു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ വന്നാൽ അയാൾ ചിലപ്പോൾ ഈ ഫക്കീറിൻ്റെ മിസ്കീൻ്റെ പരിധിയിലേക്ക് പെടും. കാരണം അത് പ്രതീക്ഷിക്കാത്തതാണ്. 25,000 പുറമേക്ക് പോകും. ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, മാസത്തിൽ 25,000 സാധാ ചിലവ് മാത്രം ബാധ്യത നടപ്പാക്കാൻ പറ്റുന്ന ഈ വ്യക്തിക്ക് ചിലപ്പോൾ അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അയാളുടെ ചികിത്സ എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യമാണ്. അത് സക്കാത്തിൽ നിന്നും അയാൾക്ക് കൊടുക്കാവുന്നതാണ്, സക്കാത്തിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ മനസ്സിലാവും. അപ്പം മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുമില്ലാത്ത ആളെന്നല്ല. ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു വലിയ കപ്പലുടമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ നിങ്ങൾ എന്നും ഓതുന്നതാണ്. അമ്മ സഫീനതു ഫകാനത് ലിമസാകീൻ. എന്നാൽ ആ കപ്പലുകൾ അത് ചില ദരിദ്രന്മാരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യഅമലൂന ഫിൽ ബഹർ, അവർ കടലിൽ പണിയെടുക്കുന്നതാണ്. കാരണം ആ കപ്പൽ അല്ലെങ്കിൽ വലിയ ബോട്ട്, ആ ബോട്ടിൻ്റെ വാല്യൂ നോക്കിയ ലക്ഷങ്ങളുണ്ടാവും. അത് വെച്ചിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അവരതിനെ കൊണ്ടാണ് നടത്തുന്നത്. അവരതിൻ്റെ ഉടമകളുമാണ്. പക്ഷെ അവർ അല്ലാഹു തആല വിളിച്ചത് മിസ്കീനാണ്. കാരണം അവർക്ക് അന്ന് പോയി ഭക്ഷണം എത്രയാണോ കിട്ടുന്നത് അത്രേനനുസരിച്ചിട്ട് അയാൾക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് അതിന് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തതാണ്. ചിലപ്പോൾ വലിയ ബസ് ഉണ്ടാവാം, ചിലപ്പോൾ വലിയ കാറുണ്ടാവാം, ചിലപ്പോൾ വലിയ തറവാടുണ്ടാവാം. പക്ഷേ ഈ തറവാടും കാറും ബസ്സും ഒന്നും ഭക്ഷണം തരില്ല. ഇത് ഓടണം, ഇത് കൊണ്ട് എന്തെങ്കിലും ആയിട്ട് നയിച്ച് കിട്ടണം. അപ്പം അതാണ് നമ്മൾ നോക്കുന്നത്. അയാൾക്ക് ചെലവിനെത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതല്ലാതെ അയാൾ വലിയ തറവാടിയാണോ എന്നുള്ളത്. ചിലപ്പോൾ ഫക്കീറിനേക്കാൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മിസ്കീനെ ആയിരിക്കും. കാരണം ഫക്കീറിന് ചിലപ്പോൾ എല്ലാവരും അറിയും. മിസ്കീൻ ചിലപ്പം കുറഞ്ഞ വളവിലായിരിക്കും അവന് ചിലവ് തികയാതെ പോരുന്നത്. അപ്പം അവനെ പലരും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ അവൻ ധനികനാണെന്ന് തോന്നും. പക്ഷേ അവൻ്റെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ഒരു ചികിത്സ വന്നാൽ ചിലപ്പോൾ, ഒരു ഓപ്പറേഷൻ വന്നാൽ ചിലപ്പോൾ
പൈസ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവന് മടിച്ചു നിൽക്കുന്നുണ്ടാവും, ചികിത്സ തേടാതെ നിൽക്കുന്നുണ്ടാവും. അപ്പം അവരെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ചുരുങ്ങിയത് തന്നെ ഒരുപാട് സമയമായിപ്പോയി. ഇനി സംശയം ഉണ്ടെങ്കിൽ കുറഞ്ഞ നിമിഷങ്ങളിൽ ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അത് ഇത്രേ ഉള്ളൂ. അയാൾ വിൽക്കാൻ ഉദ്ദേശിച്ചതാണ് എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. കിട്ടുന്ന പൈസക്കൊക്കെ നമ്മൾ സ്ഥലം വാങ്ങി വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അതിനെന്താവില്ല, സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നമ്മളെ നിയ്യത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, തന്ത്രാവാതിരിക്കുക. പിന്നെ അവിടെ ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എപ്പോഴും സ്ഥലമായിക്കൊള്ളം എന്നില്ല. ചില സമയത്ത് സ്വർണ്ണമായിരിക്കും, സക്കാത്ത് കൊടുത്താലും ആ സ്വർണ്ണമായിരിക്കും വില കൂടുക. അത് ശ്രദ്ധിച്ച് ചെയ്യണം. റിയൽ എസ്റ്റേറ്റൊക്കെ അതാണ് ഏറ്റവും നല്ലത്. സക്കാത്ത് അവിടെ നമുക്ക് ഒരു ചെറിയൊരു അധ്യായം വിട്ടുപോയി, അത് പലപ്പോഴും ചോദിക്കുന്നതാണ്. സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്ത ചിലരുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ അറിയണം. അതിലൊന്ന് ധനികരാണ്. അതായത് ഈ പറഞ്ഞ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ചെലവഴിക്കൽ ബാധ്യതയായിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ആർക്ക്? അതായത് മകൻ ഉപ്പാക്ക് സക്കാത്ത് കൊടുക്കരുത്. കാരണം മകൻ്റെ ബാധ്യതയാണ് ഉപ്പാക്ക് കഴിയില്ലെങ്കിൽ ഉപ്പാനെ നോക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ചോദ്യം വരരുത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഉപ്പ മകനും സക്കാത്ത് കൊടുക്കരുത്. കാരണം മകൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഉപ്പാൻ്റെ ബാധ്യതയാണ് മകൻ്റെ കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം മകനെ നോക്കുക എന്നുള്ള ഉപ്പാൻ്റെ കയ്യിലുണ്ട് എങ്കിൽ. അപ്പം അതിൽ സക്കാത്ത് എന്നല്ല, നഫക്കത്ത് എന്നാണ് കൊടുക്കൽ. നമുക്ക് നഫക്കത്ത് ചെലവഴിക്കൽ വാജിബായ ആളുകൾക്ക് ആർക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് ഇങ്ങനൊരു ചോദ്യം പലപ്പോഴും വരുന്നത്. ഭാര്യയ്ക്ക് അവളുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. കൊടുക്കാമെന്നാണ്. കാരണം എന്താണ്? ഭാര്യയുടെ മേലൊരിക്കലും ഭർത്താവിന് ചെലവഴിക്കൽ നിർബന്ധമില്ല. എന്നാൽ ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഭാര്യയ്ക്ക് ചെലവിനാണ് കൊടുക്കേണ്ടത്. ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം, ഭർത്താവിൻ്റെ കടത്തിലേക്കോ മറ്റോ ഒക്കെ സക്കാത്തിനായിട്ട് അവളുടെ സ്വർണത്തിൻ്റെ സക്കാത്ത്, ഭർത്താവിന് ഒരുപാട് കടമുണ്ട്, അത് വീട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഭാര്യയ്ക്ക് അവളുടെ സക്കാത്ത് ഭർത്താവിന് തന്നെ കൊടുക്കാം. പക്ഷെ തിരിച്ചു പാടില്ല. കാരണം ചെലവഴിക്കാൻ ബാധ്യതയുള്ള ആളുകൾക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയണം. അതേപോലെ നബി കുടുംബത്തിന് സക്കാത്ത് പാടില്ല എന്നുള്ളതാണ്. മറ്റു സ്വതക്കുകൾ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതെ അതെ അതൊരു ചോദ്യമാണ്. അതായത് നമുക്ക് ഇങ്ങോട്ടൊരാൾ കടം തരാനുണ്ട്, ഒരു സാധു നമ്മുടെ അടുത്ത് മുമ്പ് കടം വാങ്ങിപ്പോയതാണ്. അയാൾ എപ്പോഴും സാധു തന്നെയാണ്, സക്കാത്തിന് അവകാശം തന്നെയാണ്. അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട സമയമായാൽ അയാളുടെ ആ കടത്തിൽ നിന്ന് ഒന്നുകിൽ പൂർണ്ണമായിട്ട് നീ തരണ്ട, അത് എൻ്റെ സക്കാത്തിലായിട്ട് കൂട്ടിക്കോളൂ. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ശരിയാവുകയില്ല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് നിയ്യത്തോടുകൂടി കൊടുക്കേണ്ടതാണ്. നമ്മൾ അന്നത് കടമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു അമല് ചെയ്യുന്നതിന് മുമ്പാണ് നിയ്യത്ത് വേണ്ടത്. ഇപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമേ പ്രവൃത്തി കഴിഞ്ഞു പോയി, അപ്പോൾ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ അതന്നെ കൊടുക്കണം. പക്ഷെ അവിടെ പറയുന്നുണ്ട് പണ്ഡിതന്മാർ, ഒരു ഷർത്ത് വെക്കരുത്. സക്കാത്ത് കൊടുത്തിനാ എൻ്റെ കട കണ്ടേര്, ആ നിബന്ധനയിലാക്കി സക്കാത്ത് കൊടുക്കരുത്. കാരണം സക്കാത്ത് നമ്മൾ തന്നെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 10,000 കടം തരാനുണ്ട്, എനിക്ക് കൊടുക്കാനുള്ള സക്കാത്താണെങ്കിൽ ഒരു 10,000 അതാ നിൻ്റെ സക്കാത്താണ്, കട ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വാങ്ങി എടുക്കരുത്. നമ്മൾ കൊടുക്കുക, ഒന്നും പറയണ്ട. അവൻ തോന്നുകയാണോ ഇയാൾക്ക് ഞാൻ കടം കൊടുക്കാണ്ടല്ലോ, അവൻ തന്നെ വന്ന് കൊണ്ടുതരികയാണ്, നമുക്ക് വാങ്ങാം. മനസ്സിലായോ? നമ്മൾ ഷർത്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ സൂചന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവൻ്റെ സക്കാത്ത് കൊടുക്കുക. കാരണം അവനിപ്പോഴും പൈസ എനിക്ക് കടം തരാണ്ടെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവൻ സക്കാത്തിന് അർഹനാണ്, അവനെ കൊടുക്കുക. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഇയാൾക്കൊരു കടം കൊടുക്കാണ്ടല്ലോ, അത് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അയാൾ അത് പൂർണ്ണമായിട്ടോ, അതേപോലെ 5,000 എടുത്ത് തരാം, പിന്നെ 5,000 ഞാൻ തരാം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ടോ ഒക്കെ തരികയാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. കാരണം നമ്മളങ്ങനെ നിബന്ധന വെച്ചിട്ടില്ല. അത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലരങ്ങനെ പറ്റുമെന്നാണ് പറഞ്ഞത്. അതായത് വീട് ഒരു അടിസ്ഥാന ആവശ്യമാണല്ലോ. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന് വേറൊരു അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരാൾക്ക് സ്വന്തം വീടുണ്ടാകണം എന്നുള്ളത് ബാധ്യതയൊന്നുമില്ല. അതായത് ഒരാൾക്ക് അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യുക,
ഒരു വർഷത്തേക്കുള്ള വാടക, ഒരാൾക്ക് വീടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് വീടെടുത്ത് കൊടുക്കൽ നമ്മൾ സക്കാത്തിൻ്റെ പൈസേനേക്കാൾ ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാണ് വാടക കൊടുത്താൽ മതി. അത് 12 മാസത്തേക്കുള്ള വാടക, മാസം 10,000 ആണെങ്കിൽ 1,20,000 അഡ്വാൻസ് ആയിട്ട് 12 മാസത്തേക്കുള്ള. അടുത്ത പ്രാവശ്യം അയാൾ പണക്കാരനാണെങ്കിൽ പിന്നെ ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അല്ലാതെ വീടെടുത്ത് കൊടുക്കാൻ ലക്ഷങ്ങൾ സക്കാത്തിൽ നിന്ന് കൊടുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി ഉണ്ട്. എന്നാൽ കൊടുക്കാമെന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഉണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ചോദിച്ചപ്പോൾ കൊടുക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതായത് അത് താമസ സൗകര്യം ആയിരിക്കണം. വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞതിൽ താമസിക്കാൻ പറ്റാത്ത ചോർന്നൊലിക്കുകയാണെങ്കിൽ അതൊക്കെ വീടെടുക്കുന്നത് പോലെ തന്നെ പരിഗണിക്കാം. കാരണം വീട് എന്ന് പറഞ്ഞിട്ട് പേരും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അത് കൊടുക്കാമെന്നാണ് പല പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞത്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് മാത്രം അങ്ങനെ പറഞ്ഞത് കണ്ടത് വാടകയ്ക്ക് കൊടുത്താൽ മതി. കാരണം അദ്ദേഹം പറയാനുള്ളൊരു കാരണം പറയുന്നത് എന്നാൽ ഒരുപാട് സാധുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാടക കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് വീടിന് 30 ലക്ഷം റുപ്യാണ് ആവാമെന്ന് വിചാരിക്കുക ഏകദേശം. പക്ഷേ 10,000 റുപ്യ വാടകയുള്ള വീടാണെങ്കിൽ 12 മാസത്തേക്ക് ഒരുപാട് സാധുക്കൾക്ക് വാടക വീട് നമുക്ക് കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് താമസ സൗകര്യമാവും. ഇപ്പോൾ ഒരു 30 ലക്ഷത്തിന് ഒരാളല്ല, ഒരു കുടുംബമല്ല താമസിക്കുള്ളൂ, എത്രയോ കുടുംബത്തിന് ആ വർഷം താമസിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിലർ അങ്ങനെ നോക്കേണ്ടതില്ല, ഒരാളുടെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ചെയ്യാം. അതായത് നമ്മളെ ഒരു പൈസ കൊണ്ട് മൊത്തം വീട് തന്നെ ആവണമെന്നില്ല. 2-3 ആൾ കൂടിയിട്ടോ കുറേ ആളുകൾ കൂടിയിട്ടോ ഒക്കെ ആയാലും മതി. ആ ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ കൊടുക്കുന്ന ഒരു ദീനീബോധമുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർ കൊടുത്താൽ മതി. അങ്ങനെയല്ല, നമ്മൾ നോക്കുക. നമ്മളങ്ങനെ പറഞ്ഞു നോട്ട് കാര്യമില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക ഒരു കൊടുക്കുമോ ഇല്ലേ ചോദിച്ചാൽ മതിയല്ലോ. കൊടുക്കുന്നതാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിലങ്ങ് കഴിഞ്ഞു പോയിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം വാല്യുവേഷൻ കണക്കാക്കിയിട്ട് നമ്മൾ എൻ്റെ മുതലിപ്പോൾ എത്ര ഉണ്ട്, നമ്മൾ ആ ഒരു വർഷം കഴിയുമ്പോഴുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടി വരിക. അതിപ്പോൾ കമ്പനി നന്നായി വലുതായി ആണെങ്കിൽ നമ്മുടെ അത്രയും വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രക്ക് കൊടുക്കേണ്ടി വരും. കണക്കാക്കേണ്ടതില്ല. അതായത് അയാൾ നിത്യ ചെലവുകളും അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള പണം അയാളുടെ കയ്യിലുണ്ട് എങ്കിൽ പിന്നെ അയാൾ സക്കാത്തിന് അർഹനാകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റു സ്വതക്കകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കകൾ പ്രോത്സാഹിപ്പിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം സക്കാത്തിന് പുറമെ സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാ കാര്യങ്ങളും അവർക്ക് നടന്നോളന്നില്ല. നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും കഴിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ഒരുക്കുക, നല്ലത് കൊടുക്കുക, അതൊക്കെ വേറെ വിശാലമായ ഭാവമാണ്. അല്ല, സക്കാത്ത് ഈ പറഞ്ഞ പോലെ അയാൾക്ക് ചിലവിന് അയാൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കാം. അതിനേക്കാളും സാധുക്കളായ ആൾക്കാരെ തേടി കൊടുക്കാം. കൊടുക്കാം. വീടൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ. അന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അന്നേ സ്റ്റാർട്ടാവുള്ളൂ. അതെ. നമ്മളെപ്പോഴാണോ ആ നിയത്ത് വെച്ച് അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് പ്രൊസീജിയറിലേക്ക് പോകുന്നത് അപ്പോഴേ സ്റ്റാർട്ടാവുള്ളൂ. അല്ല, മനസ്സിലായി? വിറ്റ് അങ്ങനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചിലവ് എന്നുള്ള നിലക്ക് വന്നോളൂ പുറത്ത്. അതായത് അത് ഒരു വർഷം അങ്ങനെ ആവുന്നുണ്ടെങ്കിലേ വരുള്ളൂ. നമ്മൾ അന്ന് നിയത്താക്കി എപ്പോൾ തന്നെ വിറ്റാൽ വരുന്നില്ല. നമ്മൾ ഒരു വർഷം ആവുന്നുണ്ടെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് സക്കാത്തിൻ്റെ വേറൊരു മസലയാണ്. നമുക്ക് നേരത്തെ കൊടുക്കാൻ പറ്റുമോ വൈകിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. അത് രണ്ടും പറ്റുമെന്നാണ് അങ്ങനെ മസലത്ത് ഉണ്ടെങ്കിൽ. ഉദാഹരണത്തിന് ഒരാൾ സക്കാത്ത് ഇപ്പോൾ റമദാനിലാണ്, പക്ഷെ റമദാനിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇയാൾ വിചാരിക്കുകയാണ് ഒരു ദുൽഖാദൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചിലപ്പോൾ നല്ല ശൈത്യമൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ക്ലൈമറ്റ് പറഞ്ഞതായിരിക്കണം. അപ്പോൾ അന്നേരം കുറേ ആൾക്കാർ ആവശ്യക്കാരാകും, കുറേ ആളുടെ പണി നഷ്ടപ്പെടും. അതായത് തോട്ടത്തിൽ പണിയില്ലാത്ത അങ്ങനെ ഗ്രാമത്തിലൊക്കെ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ ആ സമയത്ത് ചില ആളുകൾ സക്കാത്ത് അപ്പം കൊടുത്താൽ നന്നാണ്. അല്ലെങ്കിൽ ഇപ്പം കിട്ടുമ്പോൾ ഒരുമിച്ചൊന്നായിട്ടൊരു കിട്ടും, പക്ഷെ ആ സമയത്തൊന്നും കിട്ടൂല. അപ്പം അങ്ങനെ ഒരാൾ ലേറ്റാക്കി സക്കാത്ത് കൊടുക്കുന്നതിന് കൊടുക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് എഴുതി വെക്കണം, നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ ഇത്ര ഉണ്ട് എന്ന് എഴുതി വെക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടാവണമെന്നില്ല, നമ്മൾ മരിച്ചു പോകാം. അപ്പോൾ നമ്മൾ അനന്തര സ്വത്ത് വീതിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ സക്കാത്തും കഴിച്ചിട്ടേ എന്താവുള്ളൂ, അത് വീതിക്കപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ട് വസിയത്ത് ഒരാളെ പറയണം, ഞാൻ ഇതെന്ന്
മാസത്തിലേക്ക് സക്കാത്ത് നീട്ടിവെക്കുകയാണ് എന്ന മസലത്തുകൊണ്ടാണ് ഇത്ര രൂപ ഉണ്ട് എന്ന് എഴുതി വെച്ച് അതിനെ റെഡിയാക്കി വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതേപോലെ നേരത്തെയും ചെയ്യാം. ഉദാഹരണത്തിന് ഇതേ ആവശ്യം തന്നെ എൻ്റെ സക്കാത്ത് കൊടുക്കാൻ 2 മാസം കഴിയും, പക്ഷെ ഇപ്പോൾ കുറേ മുസ്ലിമീങ്ങൾ പെട്ടെന്ന് ആവശ്യം വന്നു, പല നമ്മളെ ദുരന്തങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നാകെ വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ മല ഇടിഞ്ഞു, ഒരുപാട് ആളുകൾ ആവശ്യക്കാരായി. അപ്പം എൻ്റെ സക്കാത്ത് കൊടുക്കാൻ 2 മാസം കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് നമ്മൾ സക്കാത്ത് തന്നെ എടുത്തിട്ട് അത്തരം വീടില്ലാത്ത ആൾക്കാർക്കും സാധുക്കൾക്കൊക്കെ കൊടുക്കാം. ഏതാണ്? വാടക വസ്തുക്കളാണെങ്കിലാ വിൽക്കാൻ വെച്ചതല്ലെങ്കിൽ വാടക വസ്തുക്കളാണുള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ വാടകയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മളെ സമ്പത്തിൽ വന്നോളും, നമ്മൾ അതിന് കൊടുക്കേണ്ടിയില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ വാടക കെട്ടിടങ്ങൾ. ഇപ്പം നമുക്ക് വലിയൊരു ഷോപ്പിംഗ് മാൾ നമ്മളെ പേരിലുണ്ട്, ആ കോടി ഉറുപ്പ്യൻ്റെ ആണെന്ന് വിചാരിക്കുക. ആ കോടി ഉറുപ്പ്യക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആ മാസത്തിൽ ഇപ്പോൾ അതിലൊരു 10 കടകളുണ്ട്. ഓരോ കടയിൽ നിന്ന് നമുക്ക് മാസത്തിൽ എത്രയാണോ വാടക എമൗണ്ട് ആയിട്ട് കിട്ടുന്നത് അത് നമ്മളെ ടോട്ടൽ എമൗണ്ടിൽ കറൻസിയിലേക്ക് വന്നോളും. നമ്മൾ ചിലവൊക്കെ കഴിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ എത്രയാണോ ബാക്കി വരുന്നത് അതിൽ നിന്ന് കൊടുത്താൽ മതി. അല്ലാതെ ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂവിന് എന്ത് ചെയ്തിട്ടുണ്ടാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാറ് റെൻറ്റിന് കൊടുക്കുന്ന ഒരാൾ, കാറ് ചിലപ്പം 50 ലക്ഷത്തിൻ്റെ കാറായിരിക്കാം, പക്ഷെ മാസത്തിൽ വാടക കിട്ടുന്നത് ഒരു 30,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 12 മാസത്തിൽ അതിനനുസരിച്ച് 3,60,000. പക്ഷെ അതിനത്രയും കൊടുക്കണമെന്നില്ല, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാവും. ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്രയാണോ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് അതിന് കൊടുത്താൽ മതി. എല്ലാം കഴിച്ചിട്ട്, എല്ലാ ചിലവും കഴിച്ചിട്ട്. നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത് ബാക്കി എത്ര ഉണ്ട് അതിനാണ് കൊടുക്കേണ്ടത്, കിട്ടുന്നതിനല്ല. ബാക്കി എത്ര ഉണ്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നത് പല വഴിക്കും കിട്ടും. ഒരു വർഷം കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ കയ്യിൽ എന്തുണ്ട് അതിനെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് നമുക്ക് കിട്ടുന്ന ആലോചിച്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ബാക്കിയുണ്ട് അതിന് കൊടുത്താൽ മതി. ഓരോ എമൗണ്ട് നമുക്ക് വരും, എല്ലാം നമ്മൾ ചിലവൊക്കെ അങ്ങനെ പോവുകയും ചെയ്യും. ആ വരവും ചിലവും ഒന്നും നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും സക്കാത്തിനെ ബാധിക്കുന്നില്ല. സക്കാത്തിനെ ബാധിക്കുക നമ്മൾ അവസാനമാകുമ്പോൾ നമ്മളതിൽ എന്തുണ്ട് അതിനൊക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതെ, അതാ സ്ത്രീക്കല്ലേ? സ്ത്രീക്ക് അവളുടെ തന്നെ ഉമ്മാക്ക് ഇല്ല, ഉപ്പാക്കും ഉമ്മാക്കും നോർമലി കൊടുക്കരുത്, ചിലവിനാണ് കൊടുക്കേണ്ടത്. കൊടുക്കാം. കല്യാണത്തിൽ കഴിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ സക്കാത്തിന് അർഹരാണ്. കാരണം കല്യാണം കഴിക്കുക എന്ന് പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവർക്കും സക്കാത്തിന് കൊടുക്കാം. അതായത് ഇപ്പോൾ ദീൻ പഠിക്കാൻ പോകാനുള്ള സൗകര്യങ്ങളൊന്നും അവർക്കില്ല. അത് ഉമ്മത്തിൽ കുറഞ്ഞ ആളുകൾ ദീൻ പഠിക്കാൻ മാറിയിരിക്കുക എന്നുള്ളത് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ അങ്ങനെ മാറിയിരിക്കണം, ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അവർ ദീൻ പഠിക്കേണ്ടവരാണ്, സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കേണ്ടവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ചിലവിന് വേണ്ടി സക്കാത്തിന് കൊടുക്കാവുന്നതാണ്. ഉപ്പാൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഏട്ടന് ബാധ്യതയാവും. പെടുത്താം. ചിലവഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഹലാലായ ചിലവഴിക്കലല്ലേ അത്. ചേട്ടൻ ബാധ്യത ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോൾ എല്ലാം ബാധ്യത മാത്രമേ ചിലവ് പറ്റുന്നില്ല. ഇപ്പം ഇപ്പോൾ മാസത്തിൽ നമ്മൾ പല ചിലവുണ്ടാവും. ഇപ്പം നമ്മൾ ചോറേ കഴിക്കാൻ പറ്റുള്ളൂ, ബിരിയാണി കഴിച്ച ചിലവൊന്നും കൂട്ടരുതെന്ന്. ബിരിയാണി കഴിക്കൽ അങ്ങനെയില്ല, നമുക്ക് എന്ത് ചിലവും ചെയ്യാം, ഹലാലായാൽ മതി. എന്നാലും കുഴപ്പമില്ല, നിനക്ക് പിന്നെയും തന്നു, ഏട്ടൻ പിന്നെയും നിനക്ക് തന്നു. ഏട്ടൻ ഇല്ല, തന്ത്രമൊന്നും ആവില്ല. കുറക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് വേറെ കാര്യം. ഏട്ടൻ തരികയാണ്, നിങ്ങൾക്ക് തരികയാണ്. എന്തിന്? നിങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ട്, ഉപ്പയും തരുന്നുണ്ട്. അപ്പോൾ ഏട്ടന് വിചാരിക്കണം എൻ്റെ അനിയന് കിട്ടിക്കോട്ടെ, ഏട്ടൻ കുറച്ച് തരുന്നു. അതിന് ഏട്ടന് നല്ല നിയത്തിലാണ്, പ്രശ്നമല്ല. അനിയന് കുറച്ച് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള നിയത്തിലാണ്. അത് തീരെ തന്ത്രമില്ലാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യുള്ളൂ. സക്കാത്തിന് പൈസ കൊടുക്കാൻ വേണ്ടി അനിയന് പൈസ കൊടുക്കുക, രണ്ടും ഇല്ലാണ്ടാവും. അപ്പോൾ നിർത്താൻ തോന്നല്ലേ, നമ്മളെ ബാങ്ക് കൊടുക്കാനില്ലേ? മൊത്തമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം മൊത്തം കമ്പനി കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടേത് നമ്മൾ കൊടുക്കണം. ഇപ്പം മൊത്തം കമ്പനി കൊടുക്കുകയാണെങ്കിൽ സക്കാത്ത് ഇപ്പം കൊടുക്കുകയാണ്. ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് സക്കാത്ത് ഫയൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് കമ്പനീൻ്റെ ബേസിൽ അങ്ങനെ പോയിക്കോളും. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മളത് കൊടുക്കേണ്ടി വരും. PF നമുക്കത് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട്, അതായത് നമുക്കിപ്പോൾ അത് ചിലപ്പോൾ ഇപ്പോഴൊന്നും ബെനിഫിറ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ നമ്മളതിനെ കൊടുക്കേണ്ടതില്ല, കിട്ടുമ്പോൾ കൊടുത്താൽ മതി. കിട്ടുമ്പോൾ കൊടുക്കണം. കാരണം നമ്മൾ അത്രയും കാലത്തേക്കുള്ള
അല്ല, ഒരാൾ അങ്ങനെ സൂക്ഷ്മതക്ക് കൊടുക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആ PF എടുക്കുന്ന സമയത്ത് അതിനൊരു നിസാബെത്തുമ്പോൾ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഹൗലെത്തുമ്പോൾ കൊടുത്താൽ മതി. അതൊരു പുതിയ എമൗണ്ടായിട്ട് നമ്മളെ കയ്യിലേക്ക് വന്നു, എന്നിട്ടൊരു വർഷമാകുമ്പോൾ അതിന് കൊടുത്താൽ മതി. മനസ്സിലായി? നമ്മളത് മാറ്റി വെക്കുന്ന ഒരു പൈസ പോലെ തന്നെയാണ് PF എന്ന് പറയുന്നത്. അത് അതിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടുമുണ്ട് ആണ്. പിന്നെ ഏത് സമ്പത്താണെങ്കിലും നമ്മൾ കൊടുത്തതിന് വീണ്ടും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഇപ്പോൾ ഒരു 100 ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇന്ന് സക്കാത്ത് കൊടുത്തു 2.5 ഗ്രാം, ഇന്ന് ഒരു ഹൗലായപ്പോൾ ഞാൻ ഇന്ന് 2.5 ഗ്രാം കൊടുത്തു, ബാക്കി 96 ഉണ്ട്. ഇതേ സ്വർണത്തിന് തന്നെ അടുത്ത പ്രാവശ്യം കൊടുക്കണം. മനസ്സിലായോ? ഇതേ 96 ഗ്രാമിന് തന്നെ അടുത്ത പ്രാവശ്യം എത്തുമ്പോൾ വീണ്ടും അതിൻ്റെ 2.5 വരൂലെന്നേ ഉള്ളൂ. കാരണം 100 കുറഞ്ഞില്ലേ, 2.something ആയിരിക്കും, അത് കൊടുക്കണം. അപ്പം അതേപോലെ വരും. എടുക്കുമ്പോൾ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താലും മതി. ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് നമ്മളെ കയ്യിൽ വരുന്നതിന് കൊടുത്താൽ മതി. കാരണം മറ്റേത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ. അതെപ്പോഴാണോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇത് കൊടുത്താൽ മതി. ഏറ്റവും നല്ലത് സൂക്ഷ്മത നമുക്ക് വേണമെങ്കിൽ ഒന്നായിട്ട് നമ്മളെ പൈസയാണെന്നുള്ള നിലക്ക് കൊടുത്ത് ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷാവർഷത്തിൽ നമ്മൾ കണക്ക് കൂട്ടുക. ഇപ്പോൾ ഒരു വർഷത്തിൽ നമ്മളെ കയ്യിലുള്ള മനസ്സിലായി ഞാൻ പറയുന്നത്? നിങ്ങളിപ്പോൾ ഒരു വർഷത്തിൻ്റെ എൻഡിലാണ് സക്കാത്ത് കൊടുക്കുക, മാസാമാസമല്ല. ഈ വർഷത്തിൻ്റെ എൻഡിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടുകൾ നോക്കുമ്പോൾ നിങ്ങളെ കയ്യിലുള്ള പൈസ നോക്കുക, നിങ്ങളെ ബാങ്കിലുള്ള പൈസ നോക്കുക. PF ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ എനിക്കത് കിട്ടും. ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് വേണം കിട്ടും. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലുള്ള എനിക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന എൻ്റെ ഒരു സേവിങ്സ് പോലെ തന്നെ അത് കണക്കാക്കിയിട്ട് ആ വർഷം മൊത്തത്തിൽ ഇത്ര എമൗണ്ടാണ് ഉള്ളത്, സക്കാത്ത് കൊടുക്കുക. അടുത്ത വർഷം വരുമ്പോഴും ഇതേപോലെ എൻ്റെ കയ്യിലുള്ള മൊത്തം എമൗണ്ട് കണക്കാക്കുമ്പോൾ അതും വരും. അതായത് നമ്മളെ കയ്യിൽ ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഒക്കെ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യും, സക്കാത്തിൽ വരും. ഒരു വർഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അടുത്ത വർഷം ഉപയോഗിക്കുമ്പോൾ വീണ്ടും അത് വരും. ഒരു ബാങ്കിൽ ഇടുന്നതിന് പകരം അത് ബാങ്കിൽ തന്നെയാണ് ഇടുന്നത്. ഗവൺമെൻറ് ഇടുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ കമ്പനി ഇടുന്നു എന്ന് മാത്രം. അത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ കണക്കൂട്ടുമ്പോൾ അത് നമ്മളെ കയ്യിലുള്ള എമൗണ്ട് ആയിട്ട് തന്നെ കണക്കൂട്ടിയാൽ മതി. നമുക്ക് നിർത്താം, ഇങ്ങനെ സമയത്തേ ഉള്ളൂ. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.